गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। गतसङ्गस्य मुक्तस्य ज्ञानावस्थितचेतसः यज्ञाय आचरतः समग्रं कर्म प्रविलीयते। ചോദ്യം വരികയാണ്, കസ്മാത് പുനഃ കാരണാത് ക്രിയമാണം കർമ്മ സ്വകാര്യാരംഭം അകുർവത് സമഗ്രം പ്രവിലീയത്തെ ഇതി ഉച്യത്തെ. യതഃ കസ്മാത് പുനഃ കാരണാത് ക്രിയമാണം കർമ്മ സ്വകാര്യാരംഭം അകുർവത് സമഗ്രം പ്രവിലീയത്തെ ഇതി ഉച്യത്തെ. യതഃ അപ്പം എന്ത് കാരണം കൊണ്ട്, എങ്ങനെയാണ് ഇത് പറയുന്നത്? അതായത് ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ കർമ്മ സമഗ്രം പ്രവിലീയതേ എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? കാരണം കർമ്മത്തിന് ഫലം വേണ്ടേ? കർമ്മത്തിന് സംസ്കാരങ്ങളും വാസനകളും വേണ്ടേ? ആ വാസനയ്ക്കനുസൃതമായി വീണ്ടും കർമാചരണം സംഭവിക്കണ്ടേ? എന്നിരിക്കെ കർമ്മം സമഗ്രമായും വിലയിച്ചു പോകുന്നു എന്ന് എങ്ങനെയാണ് പറഞ്ഞത്? ഉച്യതേ, ഇതാ പറയുന്നു, കേട്ടോളൂ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ബ്രഹ്മാർപ്പണം, അർപ്പണം ബ്രഹ്മ, ഹവിഹി ബ്രഹ്മ, ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാ ഹുതം തേന ബ്രഹ്മ ഏവ ഗന്തവ്യം. എങ്ങനെ? ബ്രഹ്മകർമ്മ സമാധിന. അന്വയിച്ചാൽ അർപ്പണം ബ്രഹ്മ, ഹവിഹി ബ്രഹ്മ, ബ്രഹ്മണ ബ്രഹ്മാഗ്നൗ ഹുതം തേന ബ്രഹ്മകർമ്മ സമാധിന ബ്രഹ്മ ഏവ ഗന്തവ്യം ച. ഒരു വിജ്ഞാനിയുടെ ബ്രഹ്മജ്ഞന്റെ അവസ്ഥയെ, ജീവിതത്തെ, വീക്ഷണത്തെ എല്ലാം പറയുന്ന ശ്ലോകമാണ്. സർവം ഖലു ഇദം ബ്രഹ്മ. ഖലു നിശ്ചയമായും, ഇദം സർവം ഇതെല്ലാം ബ്രഹ്മമാണ്. അപ്പം ഇതെല്ലാം എന്ന് പറയുമ്പോൾ വൈവിധ്യത്തെ കാണുന്നുണ്ട്. വൈവിധ്യമില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം എന്ന് പറയാൻ വയ്യ. സർവം ഖലു ഇദം ബ്രഹ്മ, സർവം ഹേതത് ബ്രഹ്മ. അത് മറ്റൊരു ശ്രുതിയാണ്. സർവം ഖലു ഇദം ബ്രഹ്മ എന്നുള്ളത് ഛാന്തോക്യ ശ്രുതിയാണ്. സർവം ഹേതത് ബ്രഹ്മ എന്നുള്ളത് മാണ്ഡൂക്യ ശ്രുതിയാണ്.
എല്ലാം ശ്രുതിവാക്യങ്ങളാണ്. ഇതെല്ലാം ബ്രഹ്മമാണ്. അപ്പം ഇതെല്ലാം എന്ന് പറയണമെങ്കിൽ അവിടെ വൈവിധ്യത്തെ കാണുന്നുണ്ടല്ലോ. അപ്പം വ്യാവഹാരികമായി വൈവിധ്യത്തെ കണ്ടിട്ടും ഇതിൻ്റെ എല്ലാം പാരമാർത്ഥികമായ ഭാവം ഏകമാണ്, അദ്വിതീയമാണെന്നുള്ള അറിവാണ് അവിടെ വെളിപ്പെടുത്തപ്പെടുന്നത്. ആയിരക്കണക്കിന് മൺപാത്രങ്ങൾ നോക്കി ഇതെല്ലാം മണ്ണാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇതെല്ലാം പാത്രങ്ങളാണെന്ന് പറഞ്ഞാൽ വ്യാവഹാരികമായി ശരിയാണ്. ഇതെല്ലാം പാത്രങ്ങളാണ്, ശരിയല്ലേ? അതെ, എല്ലാം പാത്രങ്ങളാണ്. എന്നാൽ ഒരാൾ പറയണം ഇതെല്ലാം എന്ന് പറയാതെ ഇത് മണ്ണാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോഴാണ് മൂന്നാമതൊരാൾ പറയണത് ഇതെല്ലാം മണ്ണാണ്. അതും ശരിയാണ്. കാരണം മണ്ണല്ലാതൊരു വസ്തുവും മൺപാത്രത്തിലില്ല. അപ്പോൾ വ്യാവഹാരിക പ്രയോജനം മുൻനിർത്തിയിട്ട് വ്യവഹാര സത്തയെ അഥവാ വ്യാവഹാരിക സത്യത്തെ നമ്മൾ അംഗീകരിച്ചാലും വസ്തു എന്താണോ അതതാണ്. ആ ദൃഷ്ടിയിലാണ് ഇതം സർവം യദയം ആത്മാ, ഇതെല്ലാം ആത്മാവാണ്. സർവം ഖലു ഇതം ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മമാണ്. സർവം ഹേതത് ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മമാണെന്ന് പറയുന്നത്. അവിടെ വ്യാവഹാരികമായിട്ട് ഇതെല്ലാം എന്നുള്ളതിനെ അംഗീകരിക്കുന്നുണ്ട്, പ്രത്യേകം മനസ്സിലാക്കണം. എന്നിട്ട് ഇതിൻ്റെ സത്യത്വം ഏകമാണെന്ന് ബോധിക്കുകയാണ്. ഈയൊരു സത്യത്തിൽ ഉറച്ച വ്യക്തി അയാൾക്കറിയാം സർവം ബ്രഹ്മയേവ, എല്ലാം ബ്രഹ്മമാണ്. എല്ലാം ബ്രഹ്മമാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വളരെ ശക്തമായി വ്യാപകമായി ശുദ്ധമായ വേദാന്ത പ്രചരണം ചെയ്ത മഹാപുരുഷന്മാരിൽ നമ്മളൊരു 4-5 പേരെ പേരെടുത്ത് പറയുകയാണെങ്കിൽ എന്ത് തന്നെയായാലും പ്രൊഫസർ ബാലകൃഷ്ണൻ നായരെ പറയാണ്ട് വയ്യ, മൃണാനന്ദ സ്വാമികളെ പറയാതെ വയ്യ, ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികളെ പറയാതെ വയ്യ. അങ്ങനെ കുറേ മഹാന്മാരുണ്ട്. ഈ അടുത്ത കാലത്താണ് പറയുന്നത്. തൻ്റെ ശരീരത്തിൻ്റെ ഏകദേശം ഒടുവിലത്തെ അവസ്ഥയിൽ കൊല്ലത്ത് ഒരു വീട്ടിൽ വിശ്രമിക്കുകയാണ് ബാലകൃഷ്ണൻ നായർ. ഞങ്ങൾ കാണാൻ പോയി. നമ്മളും കൊല്ലത്തുള്ള ഒരാളുണ്ട് കൂടെ. വലിയ സന്തോഷം, വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞ സമയത്ത് വെറുതെ ഒരാവശ്യമില്ല, സദാശിവ ബ്രഹ്മേന്ദ്രരുടെ സർവം ബ്രഹ്മമയം രേ സർവം ബ്രഹ്മമയം. എന്തിനാ അവിടെ മയട്ട് സ്വാമി? വല്ലാത്ത ചോദ്യമാണ്. അവിടെ എന്തിനാണ് മയട്ട്? സംഗീതത്തിൻ്റെ ഒരു സൗന്ദര്യത്തിനാവും, അല്ലാണ്ട് അവിടെ മയട്ട് ആവശ്യമില്ല. സർവം ബ്രഹ്മ, എല്ലാം ബ്രഹ്മമാണ്, അത്ര മതി, മയം വേണ്ട അവിടെ. അത് സംഗീതത്തിൻ്റെ സൗന്ദര്യത്തിന്, ഗാനത്തിൻ്റെ സൗന്ദര്യത്തിന് മയട്ടിരിക്കട്ടെ, അല്ലാതെ അവിടെ മയട്ട് ആവശ്യമില്ല. സർവം ബ്രഹ്മ. ഇപ്പോഴും ഓർമ്മിക്കുക. ഇത് പറഞ്ഞ് ആ അവസ്ഥയിലും കുലുങ്ങി ചിരിക്കുകയാണ്. അപ്പോൾ സർവമുണ്ടവിടെ. സർവം വ്യാവഹാരികമായിട്ടുണ്ട്, പ്രാതിഭാഷികമായിട്ടുണ്ട്. എന്നാൽ പരമാർത്ഥത്തിൽ ഇത് ബ്രഹ്മമാണെന്നറിയുന്നു. അയാൾ ലോകദൃഷ്ടിയായ എല്ലാ കർമ്മങ്ങളും ചെയ്തെന്ന് വരാം. അയാൾ ഹോമം ചെയ്യുന്നു, അയാൾ യാഗം ചെയ്യുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ യാഗം ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട്? അർപ്പണമുണ്ട്, ഹവിസ്സുണ്ട്. ആ ഹവിസ്സിനെ അഗ്നിയിലാണ് അർപ്പിക്കുന്നത്. അഗ്നിയുണ്ട്, അവിടെ കർമ്മിയുണ്ട്, ആ കർമ്മിയാലാണ് അർപ്പിക്കപ്പെടുന്നത്. സാമാന്യമായിട്ട് യജ്ഞത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഗന്തവ്യമുണ്ട്, അതുമുണ്ട്. ആ ഗന്തവ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമുണ്ട്, അതുമുണ്ട്.
പക്ഷേ ഇവിടെ പറയുകയാണ്, ഈ വിദ്വാനെ സംബന്ധിച്ച് എല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ബ്രഹ്മമാകുന്ന ഹവിസിനെ ബ്രഹ്മാർപ്പണം ചെയ്ത് അതിനാൽ ബ്രഹ്മകർമ്മ സമാധിയിലൂടെ എത്തിച്ചേരേണ്ടതും ബ്രഹ്മം തന്നെ. സർവം ബ്രഹ്മം. അപ്പൊ പിന്നെ അർപ്പണം, ഹവിസ്, അഗ്നി, ഹോതാവ്, ഗന്തവ്യം, മാർഗം ഇതൊക്കെ എന്തിനാ പറഞ്ഞേ? ഇതെല്ലാം വ്യാവഹാരികതയെ കണ്ടു പറഞ്ഞു. വ്യാവഹാരികമായിട്ട് ഇതൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴും ഇതെല്ലാം ഏകരസമായ ബ്രഹ്മമാണെന്നറിയുന്നു. ഈ ബ്രഹ്മാത്മദർശി പ്രത്യേക ഇനി വല്ലതും ചെയ്യേണ്ടതുണ്ടോ? ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി എന്തെങ്കിലും ചെയ്താൽ അതും ബ്രഹ്മം തന്നെ. അയാളുടെ ശ്വാസോച്ഛ്വാസം പോലും ബ്രഹ്മനിഷ്ഠയാണ്. ചിലർ വിചാരിക്കണത് ഇത് ശാപ്പാടുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രമാണ്. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് മുമ്പ് ഇത് പറയാതിരുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വിശപ്പ് കൊള്ളും. ഒരു ബന്ധമില്ല. ഇത് സർവാത്മദർശിയുടെ സർവം ബ്രഹ്മം എന്നുള്ള ആ ദർശനനിഷ്ഠയാണ്. അവിടെ ബ്രഹ്മഭിന്നമായിട്ടൊന്നില്ല. അല്ല. അവിടെ വേറൊരു വളരെ ശ്രദ്ധേയമായത് നേരത്തെ പറഞ്ഞു. വ്യാവഹാരികമായും പ്രാതിഭാസികമായുള്ള ഭേദങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. അത് കുടമില്ല, കലമില്ല, ചട്ടിയില്ല എന്ന് പറയുന്നില്ല. കുടമുണ്ട്, ചട്ടിയുണ്ട്, കലമുണ്ട്, ഇതെല്ലാം മണ്ണാണെന്നേ പറയുന്നുള്ളൂ. മാലയില്ല, വളയില്ല, മോതിരമില്ല എന്നൊന്നും പറയുന്നില്ല. മാല, വള, മോതിരം എല്ലാം ഉണ്ട്. പാദസരം അല്ലെങ്കിൽ അരഞ്ഞാണം ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാം വസ്തു ഒന്നാന്നേ പറയുന്നുള്ളൂ. ഇത്രയും പറഞ്ഞാൽ വെള്ളിന്നേ പറഞ്ഞോളൂ കേട്ടോ, സ്വർണം എന്ന് പറഞ്ഞൂടാ. ഇത്രയും പറഞ്ഞാൽ, അല്ലെങ്കിൽ പാദസരം പറയരുതായിരുന്നു. പറഞ്ഞു പോയില്ലേ, അപ്പോൾ പിന്നെ വേഗം സ്വർണം മാറ്റി വെള്ളിയാക്കണം. സ്വർണപാദസരം വേണ്ട. നമുക്ക് പറയാൻ വയ്യ. ചിലതൊക്കെ അങ്ങനെ ചില അജ്ഞാനങ്ങൾ അതൊക്കെ ഉണ്ടാവും ഇല്ലേ? അത് വയ്യ. നാള് ഒരു നേരം പോക്ക്, ഇത് സ്പീഡിൽ വായിക്കുമ്പോൾ നേരം പോക്കൊക്കെ നിർത്തി വെച്ചതാ. ഈ നാള് യാത്രയിലാണ്. അപ്പോൾ അമേരിക്കയിൽ നല്ല തണുപ്പ് സമയത്താണ് പോയത്. അപ്പം നമ്മൾ ആദ്യം പോയ വീട്ടിൽ അതിന് ശേഷം പോകാനുള്ള സ്ഥലത്തേക്കുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇയാൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെടുത്തുണ്ട്. ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഒക്കെ കരുതിയിട്ടാണ് പോയത്. എല്ലാം കരുതിയിട്ടുണ്ട്. സ്വെറ്ററും സോക്സും തൊപ്പിയും ജാക്കറ്റും ഇന്നർ വിയറും ഒക്കെ കരുതിയിട്ടാണ് പോയത്. എന്നാൽ ഇയാളെ വകയും ചില ഇന്നർ വിയർ, അതുപോലെ ഒരു ജാക്കറ്റ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലൊരു ചെരുപ്പുണ്ട്. എന്തിനാ ചെരുപ്പ് വെച്ച് അകത്തിടാനുള്ളത്? അത് നമ്മൾ കരുതിയിട്ടില്ല. ഷൂസുണ്ട്, അത് പുറത്തിടാനുള്ള ഷൂസാണ്. ഷൂസ് കൊണ്ടുപോയിട്ടുണ്ട്. എവിടുന്നെങ്കിലും തണുപ്പ് കുറഞ്ഞ് കിട്ടിയാൽ ഇടാമെന്നും പറഞ്ഞിട്ട് മെതിയടിയും കൊണ്ടുപോയിട്ടുണ്ട്. അതുണ്ട്. പക്ഷേ ഈ വീട്ടിനകത്തിടാൻ ചെരുപ്പ് നമ്മൾ കൊണ്ടുപോയിട്ടില്ല. അത് ഓർത്തിട്ടില്ല. അപ്പോൾ അത് അയാൾ കരുതിയിട്ടുണ്ട്. നല്ലൊരു ചെരുപ്പ്. അതിൽ നോക്കിയപ്പോൾ എന്താ സ്ഥിതി? അതിൻ്റെ അടിയിലൊരു എഴുതിയ ഒരു തുണി പോലത്തെ ഒരു സാധനമുണ്ട്. അയ്യോ, സരസ്വതിയെ ചവിട്ടാൻ പറ്റുമോ? ഇല്ല. സ്വാമിയെ ചെരുപ്പിലുള്ളതല്ലേ, ഉള്ളതാണ് വെച്ചിട്ട് നമുക്ക് പറ്റുമോ? സരസ്വതി അക്ഷരം സരസ്വതി അല്ലേ, അക്ഷരം ചവിട്ടാൻ പറ്റുമോ? അപ്പോൾ ഞാൻ മെല്ലെ അതെടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഇയാളുടെ വീടിൻ്റെ സ്ഥിതിയൊക്കെ എനിക്കറിയാം. ഞാനവിടെ മുമ്പ് എത്രയോ താമസിച്ച ആളാണ്, പല പ്രാവശ്യം താമസിച്ച ആളാണ്. അപ്പോൾ അയാളുടെ കുളിമുറിയിൽ കത്തിരി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ പോയി കത്തിരി കൊണ്ട് ഇത് രണ്ടറ്റവും മുറിച്ച് അവിടെ വെച്ചു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ സ്വാമിജിക്കൊരു പുതിയ ചെരുപ്പ് വെച്ചിരുന്നല്ലോ, എവിടെ പോയി എന്നറിയില്ല. അതാണിത്. ഇത് പഴയതാണിത്. ഇതിനതൊക്കെ പഴയതല്ല, ഞാൻ പഴയതാക്കിയതാണ്. അദ്ദേഹത്തിന് വിഷമം ഇത് മുറിച്ചേ കണ്ടിട്ട്.
കാരണം അത് പുതിയത് മേടിച്ചല്ലേ. ചില അജ്ഞാനങ്ങൾ. അതുകൊണ്ട് പാദസരം എന്ന് പറഞ്ഞാൽ സ്വർണ്ണം എന്ന് പറയാൻ വയ്യ. അതുകൊണ്ടാണ് സ്വർണ്ണം എന്ന് വായിൽ വന്നിട്ട് പെട്ടെന്ന് പാദസരം പറഞ്ഞു പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് എല്ലാം വെള്ളിയാന്ന് പറഞ്ഞത്. അതാണ് വ്യാവഹാരികം, പ്രാതിഭാസികം എല്ലാം പരമാർത്ഥത്തെ അപേക്ഷിക്കുന്നു. ഈ വ്യാവഹാരിക തലത്തെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ അർപ്പണം, ഹവിസ്, അഗ്നി, ഹോതാവ്, ഗന്തവ്യം, മാർഗം എല്ലാം വരുന്നത്. എന്നാൽ ഇതിലെല്ലാം ബ്രഹ്മദൃഷ്ടി ഉറച്ചിരിക്കുക. അപ്പം അയാൾക്ക് ഭിന്നമായിട്ട്, ആത്മഭിന്നമായിട്ടൊന്ന് ചെയ്യാനുണ്ടോ? ഇല്ല. എന്തോ കാരണം കൊണ്ട് അയാൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾ ശിഷ്യനെ പഠിപ്പിക്കാനായിരിക്കാം, ലോകത്തിൽ മാതൃക കാണിക്കാനായിരിക്കാം. അയാളുടെ തലത്തിൽ അയാളെ സംബന്ധിച്ചില്ല. എല്ലാം ബ്രഹ്മമാണ്, സർവം ബ്രഹ്മം. അയാളുടെ ശ്വാസോച്ഛ്വാസം പോലും ബ്രഹ്മം തന്നെ, ആത്മഭിന്നമായിട്ടൊന്നും. ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നോക്കൂ, ബ്രഹ്മ അർപ്പണം യേന കരണേന ബ്രഹ്മവിദ് ഹവിഹി അഗ്നൗ അർപ്പയതി തത് ബ്രഹ്മ ഏവ ഇതി പശ്യതി തസ്യ ആത്മവ്യതിരേകേണ അഭാവം പശ്യതി. യഥാ ശുക്തികായാം രജതാഭാവം പശ്യതി തദുച്യത്തെ ബ്രഹ്മ ഏവ അർപ്പണമിതി. യഥാ യത് രജതം തത് ശുക്തിക ഏവ ഇതി. ബ്രഹ്മ അർപ്പണം ഇതി അസമസ്തേ പദേ. യത് അർപ്പണബുദ്ധിയാ ഗൃഹ്യത്തെ ലോകേ തത് അസ്യ ബ്രഹ്മവിദഃ ബ്രഹ്മ ഏവ ഇത്യർത്ഥഃ. ബ്രഹ്മ ഹവിഃ തഥാ യത് ഹവിർബുദ്ധിയാ ഗൃഹ്യമാണം തദ് ബ്രഹ്മ ഏവ അസ്യ. തഥാ ബ്രഹ്മാഗ്നൗ ഇതി സമസ്തം പദം. അഗ്നിഃ അപി ബ്രഹ്മ ഏവ യത്ര ഹൂയത്തെ ബ്രഹ്മണ കർത്ര ബ്രഹ്മ ഏവ കർത്ത ഇത്യർത്ഥഃ. യത് തേന ഹുതം ഹവനക്രിയ തദ് ബ്രഹ്മ ഏവ. യത്തേന ഗന്തവ്യം ഫലം തദപി ബ്രഹ്മ ഏവ. ബ്രഹ്മകർമ്മസമാധിന ബ്രഹ്മ ഏവ കർമ്മ ബ്രഹ്മകർമ്മ തസ്മിൻ സമാധി യസ്യ സ ബ്രഹ്മകർമ്മസമാധി തേന ബ്രഹ്മകർമ്മസമാധിന ബ്രഹ്മ ഏവ ഗന്തവ്യം. ഏവം ലോകസംഗ്രഹം ചികീർഷുണ അപി ക്രിയമാണം കർമ്മ പരമാർത്ഥതഃ അകർമ്മ ബ്രഹ്മബുദ്ധ്യുപമൃതിതത്വാത്. ബ്രഹ്മ അർപ്പണം യേന കരണേന ബ്രഹ്മവിദ് ഹവിഃ അഗ്നൗ അർപ്പയതി തത് ബ്രഹ്മ ഏവ ഇതി പശ്യതി തസ്യ ആത്മവ്യതിരേകേണ അഭാവം പശ്യതി. യഥാ ശുക്തികായാം രജതാഭാവം പശ്യതി തദുച്യത്തെ ബ്രഹ്മ ഏവ അർപ്പണം ഇതി. യഥാ യത് രജതം തത് ശുക്തിക ഏവ ഇതി. ബ്രഹ്മ അർപ്പണം ഇതി അസമസ്തേ പദേ. യത് അർപ്പണബുദ്ധ്യാ ഗൃഹ്യത്തെ ലോകേ തത് അസ്യ ബ്രഹ്മവിദഃ ബ്രഹ്മ ഏവ ഇത്യർത്ഥഃ. ബ്രഹ്മഹവി തഥാ യത് ഹവിർബുദ്ധ്യാ ഗൃഹ്യമാണം തദ് ബ്രഹ്മ ഏവ അസ്യ. തഥാ ബ്രഹ്മാഗ്നൗ ഇതി സമസ്തം പദം. അഗ്നിഃ അപി ബ്രഹ്മ ഏവ യത്ര ഹൂയത്തെ ബ്രഹ്മണ കർത്ര ബ്രഹ്മ ഏവ കർത്ത ഇത്യർത്ഥഃ. യത് തേന ഹുതം ഹവനക്രിയ തത് ബ്രഹ്മ ഏവ. യത് തേന ഗന്തവ്യം ഫലം തദപി ബ്രഹ്മ ഏവ. ബ്രഹ്മകർമ്മസമാധിന ബ്രഹ്മ ഏവ കർമ്മ ബ്രഹ്മകർമ്മ തസ്മിൻ സമാധി
യസ്യ സഹ ബ്രഹ്മകർമ്മസമാധി തേന ബ്രഹ്മകർമ്മസമാധിന ബ്രഹ്മ ഏവ ഗന്തവ്യം. ഏവം ലോകസംഗ്രഹം ചികീർഷുണ അപി ക്രിയമാണം കർമ്മ പരമാർത്ഥതഃ അകർമ്മ ബ്രഹ്മബുദ്ധ്യുപമൃതിതത്വാത്. അപ്പോൾ ബ്രഹ്മ അർപ്പണം ബ്രഹ്മമാണ്. അപ്പോൾ ഏന കരണേന ബ്രഹ്മവിത് ഹവിഹി അഗ്നോ അർപ്പയതി തത് ബ്രഹ്മ. അവിടെ അർപ്പണം എന്നുള്ളതിന് രണ്ട് രീതിയിൽ അർത്ഥം പറയാം. ഒന്നുകിൽ അർപ്പിക്കുന്ന ക്രിയ എന്ന് പറയാം, അർപ്പിക്കുന്ന ക്രിയ അർപ്പണമാണ്. അല്ലെങ്കിൽ എന്തിനെ കൊണ്ട് അർപ്പിക്കുന്നുവോ ആ കരണത്തെയും അർപ്പണം എന്ന് പറയാം. രണ്ടും ശരിയാണ്. യാതൊരു ക്രിയയിലൂടെ അർപ്പിക്കുന്നുവോ അഥവാ യാതൊരു കരണത്തെ കൊണ്ട് അർപ്പിക്കുന്നുവോ രണ്ടും അർപ്പണമാണ്. അപ്പോൾ ഇവിടെ എന്താ അർപ്പണം? അർപ്പണം ബ്രഹ്മമാണ്. കരണം എന്ന് പറഞ്ഞാൽ എന്തിനെ കൊണ്ട് ചെയ്യുന്നു? അത് കൈയാവാം. ഇനി ആ കൈയെ സഹായിക്കുന്ന ഉപകരണങ്ങൾ ആവാം. കരണം, ഉപകരണം. ഇപ്പോൾ കണ്ണ് കാണാനുള്ള കരണം, ചെവി കേൾക്കാനുള്ള കരണം, മൂക്ക് മണക്കാനുള്ള കരണം. അങ്ങനെ അതിൻ്റെ ശക്തിയെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് അതിനെ സഹായിക്കുന്നതൊക്കെ ഉപകരണം. ഇപ്പോൾ ചെവി കേൾക്കാൻ ഒരു യന്ത്ര സംവിധാനം വെച്ചാൽ അത് ഉപകരണം. കണ്ണ് കാണാൻ കണ്ണട വെച്ചാൽ ഉപകരണം. വടി കുത്തിപ്പിടിച്ച് നടക്കാൻ ആയ വടി എന്തിൻ്റെ ഉപകരണം? കാലിൻ്റെ ഉപകരണം. അതേ വടി ഉപയോഗിച്ച് ഒരാളെ തല്ലുകയാണ്, അത് കയ്യിൻ്റെ ഉപകരണം. അപ്പൊ കരണത്തിന് സഹായകമാകുന്നത് ഉപകരണം, കരണസഹായിയാകുന്നത് ഉപകരണം. പലപ്പോഴും നമ്മൾ കരണം, ഉപകരണം എന്നിവയെ കാണാനുള്ള ഉപകരണമാണ് കണ്ണ് എന്നൊക്കെ പറയും. കാണാനുള്ള ഉപകരണം എന്ന് പറയുന്നത് വലിയ തെറ്റൊന്നുമില്ലെങ്കിലും തെറ്റാണ്. കാണാനുള്ള കരണമാണ് കണ്ണ്, അങ്ങനെ മനസ്സിലാക്കണം. കരണം വേറെ, ഉപകരണം വേറെ. അതൊക്കെ ശുദ്ധപ്രയോഗം ചെയ്യുകയാണെങ്കിൽ പ്രശ്നമുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ പ്രശ്നമല്ല. നടക്കാനുള്ള ഉപകരണമാണ് കാല് എന്നൊക്കെ പറഞ്ഞാൽ ശരി തന്നെയാണ്. നടക്കാനുള്ള കരണമാണ് കാല് എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ അർപ്പണം എന്ന് പറഞ്ഞാൽ രണ്ടും ആവാം. ഒന്നുകിൽ ക്രിയയാവാം, അല്ലെങ്കിൽ കരണാവാം. അപ്പോൾ ഹോമം ചെയ്യുന്നു, കൈകൊണ്ട് ഹോമിക്കുന്നു വെച്ചോളൂ. അല്ലെങ്കിൽ അതിനുള്ള ഉപകരണം സൃക്കോ ശ്രുവയോ എന്തെങ്കിലും എടുത്തു എന്ന് വെച്ചോളൂ. എന്തോ ആട്ടെ, അതാവാം. അപ്പോൾ ഇവിടെ ബ്രഹ്മ ഭിന്നമല്ല കയ്യ്, ബ്രഹ്മ ഭിന്നമല്ല സൃക്ക്, ബ്രഹ്മ ഭിന്നമല്ല ശ്രുവം, അല്ലെങ്കിൽ ബ്രഹ്മ ഭിന്നമല്ല ക്രിയ. അർപ്പിക്കുക എന്നുള്ള ക്രിയ ബ്രഹ്മ ഭിന്നമല്ല. അങ്ങനെ ബ്രഹ്മഹവി, ഹവിസ്. അപ്പൊ സാധാരണഗതിയിൽ ഹവിസ് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകം നമ്മൾ പാകം ചെയ്തുണ്ടാക്കുന്നതാണ് ഹവിസ്. ഇവിടെ അതല്ല, ഇവിടെ ബ്രഹ്മം തന്നെയാണ് ഹവിസ്. അപ്പൊ ഹവിസില്ലേ, ഹവിസിലും ബ്രഹ്മബുദ്ധി വന്നിരിക്കുകയാണ്. ബ്രഹ്മഹവി അഗ്നൗ അർപ്പയതി തദ് ബ്രഹ്മയേവ. അഗ്നിയിൽ അർപ്പിക്കുന്ന യാതൊരു ഹവിസ് ഉണ്ടോ അത് ബ്രഹ്മം തന്നെ. ഇത് പശ്യതി തസ്യ ആത്മവ്യതിരേകേണ അഭാവം പശ്യതി. ആത്മഭിന്നമായിട്ടൊരു ഹവിസില്ല, ആത്മഭിന്നമായിട്ടൊരു അഗ്നിയില്ല, ആത്മഭിന്നമായിട്ടൊരു അർപ്പണക്രിയ ഇല്ല. സർവം യദയമാത്മാ, എല്ലാം ഈ ആത്മാവാകുന്നു. സർവം ഖലു ഇദം ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മമാകുന്നു. സർവം ഹേതദ് ബ്രഹ്മ, ആ ഒരു ദൃഷ്ടി ഉറച്ചു. യഥാ ശുക്തികായാം രജതാഭാവം പശ്യതി തദുച്യതേ ബ്രഹ്മയേവ അർപ്പണമിതി. അപ്പം ശുക്തിക, ആ ശുക്തികയിൽ രജതത്തെ കണ്ടു. ശുക്തിക എന്ന് പറഞ്ഞാൽ ചിപ്പി. ചിപ്പിയിൽ നമ്മൾ വെള്ളിയെ കണ്ടു. അപ്പം ചിപ്പിയിൽ വെള്ളി കണ്ടു. ഇപ്പം എന്ത് മനസ്സിലായി? ഇത് ചിപ്പി തന്നെയാണെന്ന് മനസ്സിലായി.
വെള്ളി എന്ന ഭിന്ന ദൃഷ്ടി പോയി. ഇതുപോലെ ബ്രഹ്മമാകുന്ന അധിഷ്ഠാന സത്യത്തിൽ പ്രാതിഭാസികമായി വ്യാവഹാരികമായി പലതിനെയും സത്യമെന്ന് ഇന്നലെ വരെ മനസ്സിലാക്കി. ഇന്ന് ആ ദൃഷ്ടിയെല്ലാം പോയി, എല്ലാം ബ്രഹ്മമാണെന്ന് അറിഞ്ഞു. ശുക്തിക ഏവ, ഇത് ശുക്തികയാണ്, ചിപ്പിയാണെന്ന ബുദ്ധി ഉറച്ചു. അതുപോലെ ബ്രഹ്മമാണെന്ന ബുദ്ധി ഉറച്ചു. ബ്രഹ്മ അർപ്പണം ഇത് അസമസ്തേ പദേ. അപ്പോൾ ആരും ബ്രഹ്മാർപ്പണം ഒരൊറ്റ പദമാണെന്ന് വിചാരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മ എന്നും അർപ്പണമെന്നും രണ്ട് പദങ്ങളാണ് കേട്ടോ എന്ന് പറയുക. ചിലപ്പോൾ ആചാര്യസ്വാമികൾ ഇത്ര ലളിതമായിട്ട് പോകും, ചില സ്ഥലത്ത് അങ്ങനെ അർത്ഥമൊന്നും പറയുകയൊന്നുമില്ല. ഓരോ സമയത്തുള്ള മൂഡ് പോലെ ആവുമല്ലോ ഉണ്ടാവുക, അല്ലേ? അങ്ങനെയാവും. അല്ല, ഏതാചാര്യനും അങ്ങനെ തന്നെയാവും. എല്ലാപ്പോഴും ഒന്നുപോലെ പറഞ്ഞോളണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് അർപ്പണബുദ്ധിയ ഗൃഹ്യതേ ലോകേ തദസ്യ ബ്രഹ്മവിധ ബ്രഹ്മയേവ. ഇനി അർപ്പണം എന്നുള്ള രീതിയിൽ യാതൊന്ന് ഹവിസ് ഗ്രഹിക്കുന്നുണ്ടോ ലോകത്തിൽ, ഈ ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച് അതും ബ്രഹ്മം തന്നെ. ബ്രഹ്മഭിന്നമായിട്ട് ഹവിസ് ഇല്ല, ബ്രഹ്മഭിന്നമായിട്ട് അർപ്പണമില്ല, ബ്രഹ്മഭിന്നമായിട്ട് ഹവിസും ഇല്ല. എല്ലാം ബ്രഹ്മം തന്നെ. തഥാ ബ്രഹ്മാഗ്നൗ, ഇത് സമസ്തം പദം. ബ്രഹ്മാഗ്നൗ എന്നുള്ളത് സമസ്ത പദമാണ്. ബ്രഹ്മയേവ അഗ്നി ഇതി ബ്രഹ്മാഗ്നി തസ്മിൻ ബ്രഹ്മാഗ്നൗ. ബ്രഹ്മം തന്നെയാണ് അഗ്നി, അതാണ് ബ്രഹ്മാഗ്നി. അതിൽ എന്നർത്ഥം. ബ്രഹ്മാഗ്നൗ, ബ്രഹ്മാഗ്നിയിൽ, ബ്രഹ്മമാകുന്ന അഗ്നിയിൽ. അഗ്നി അഭി ബ്രഹ്മയേവ യത്ര ഹൂയതേ ബ്രഹ്മണ കർത്ത ബ്രഹ്മയേവ കർത്ത. ബ്രഹ്മമാകുന്ന കർത്താവിനാൽ ഹോമിക്കപ്പെടും. അപ്പോൾ കർത്താവും ബ്രഹ്മം തന്നെ, കർത്താവും ബ്രഹ്മം തന്നെ. നേരത്തെ പറഞ്ഞു, തല്ലിയവനും തല്ലിയാളെ പിടിച്ചു കൊണ്ടുവന്നാളും ഒന്ന് തന്നെ. അത് യത്തേന ഹുതം ഹവനക്രിയ തദപി ബ്രഹ്മയേവ. ഹവനക്രിയയും ബ്രഹ്മം തന്നെ, ഹോമിക്കുക എന്നുള്ള ക്രിയയും ബ്രഹ്മം തന്നെ. യത്തേന ഗന്ധവ്യം ഫലം തദപി ബ്രഹ്മയേവ. ഇനി യാഗം കൊണ്ട് നേടേണ്ട ഫലം എന്താണ്? അതും ബ്രഹ്മം തന്നെ. മറ്റത് വ്യത്യസ്ത ഫലമാണ്. ബ്രഹ്മവർച്ചസം ലഭിക്കണം, അല്ലെങ്കിൽ സ്വർഗം ലഭിക്കണം, സ്വർഗകാമോയ ചെയ്ത എന്ന് പറഞ്ഞു. സ്വർഗം ആഗ്രഹിക്കുന്നവൻ യജ്ഞം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സോമയാഗം ചെയ്യാൻ പോയി. സോമയാഗം ചെയ്ത്, എന്തിനാ സോമയാഗം? യജമാനന് സ്വർഗം പ്രാപിക്കാൻ വേണ്ടി സോമയാഗം ചെയ്തോളൂ, അല്ലെങ്കിൽ അതിരാത്രം ചെയ്തോളൂ. യജമാനന് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് അതൊക്കെ. ഇവിടെ അതും ബ്രഹ്മം തന്നെ. ബ്രഹ്മഭിന്നമായിട്ടൊരു ലക്ഷ്യമില്ല. ബ്രഹ്മകർമ്മ സമാധിന, അടുത്ത വഴിയേതാ? ബ്രഹ്മകർമ്മ സമാധിയിലൂടെ. അപ്പോൾ കർമ്മസമാധി, കർമ്മം, കർമ്മത്തിലൂടെ സമാഹിതമാകുന്ന അന്ധകരണം, അതും ഇവിടെ ബ്രഹ്മം തന്നെ. ലക്ഷ്യവും മാർഗവും ക്രിയയും അധികരണവും എല്ലാം ബ്രഹ്മം തന്നെ. സർവം ബ്രഹ്മം എന്നുള്ള ദൃഷ്ടി ഉറച്ചു. ബ്രഹ്മകർമ്മ സമാധിന തേന ബ്രഹ്മകർമ്മ സമാധിന ബ്രഹ്മേവഗന്തവ്യ. അതിനെ പ്രാപിക്കേണ്ടത് ബ്രഹ്മം തന്നെ. ഏവം ലോകസംഗ്രഹം ചെയ്യാൻ ഇച്ഛിക്കുന്ന ആളാൽ ചെയ്യപ്പെടുന്ന കർമ്മം പരമാർത്ഥത്തിൽ അകർമ്മമാകുന്നു. എല്ലാം ബ്രഹ്മമായി. ബ്രഹ്മദൃഷ്ടി ഉറച്ചപ്പോൾ ഏത് ഭാവനയിലാണോ കർമ്മം ആരംഭിച്ചത് അതൊക്കെ പോയി. തുടങ്ങുമ്പോൾ കർമ്മം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് തുടങ്ങിയത്. ഇപ്പോൾ എല്ലാത്തിലും ഏകമായ ബ്രഹ്മദൃഷ്ടി ഉറച്ചു. ഇവിടെയാണ് ചോദ്യം. അയാളെ സംബന്ധിച്ച് ഭിന്നങ്ങളായ കർമ്മങ്ങൾ ശേഷിക്കുന്നുവോ? ഇല്ല. അയാൾക്ക് എല്ലാത്തിലും ബ്രഹ്മദൃഷ്ടി ഉറച്ചു. ഇതാണ് ശ്ലോകം.
ഏവം സതി നിവൃത്തകർമ്മണഃ അപി സർവകർമ്മസന്യാസിനഃ സമ്യക് ദർശനസ്തുത്യർത്ഥം യജ്ഞത്വസമ്പാദനം ജ്ഞാനസ്യ സുതരാമുപപദ്യതേ യത് അർപ്പണാദി അധിയജ്ഞേ പ്രസിദ്ധം തദസ്യ അധ്യാത്മം ബ്രഹ്മ ഏവ പരമാർത്ഥദർശിനഃ ഇതി. അന്യഥാ സർവസ്യ ബ്രഹ്മത്വേ അർപ്പണാദീനാമേവ വിശേഷതഃ ബ്രഹ്മത്വാഭിധാനം അനർത്ഥകം സ്യാത്. തസ്മാത് ബ്രഹ്മ ഏവ ഇദം സർവം ഇതി അഭിജാനതഃ വിദുഷഃ സർവകർമാഭാവഃ. ഏവം സതി നിവൃത്തകർമ്മണഃ അപി സർവകർമ്മസന്യാസിനഃ സമ്യക് ദർശനസ്തുത്യർത്ഥം യജ്ഞത്വസമ്പാദനം ജ്ഞാനസ്യ സുതരാം ഉപപദ്യതേ യത് അർപ്പണാദി അധിയജ്ഞേ പ്രസിദ്ധം തത് അസ്യ അധ്യാത്മം ബ്രഹ്മ ഏവ പരമാർത്ഥദർശിനഃ ഇതി. അന്യഥാ സർവസ്യ ബ്രഹ്മത്വേ അർപ്പണാദീനാമേവ വിശേഷതഃ ബ്രഹ്മത്വഭിധാനം അനർത്ഥകം സ്യാത്. നിവൃത്ത കർമാവ്, എല്ലാ കർമ്മങ്ങളും ആരിൽ നിന്ന് നിവൃത്തമായിരിക്കുന്നുവോ, കർമ്മങ്ങളിലുള്ള മമത്വബുദ്ധി, ഞാൻ കർത്താവെന്ന ബുദ്ധി എല്ലാം വിട്ടുപോയിട്ടുണ്ട്. എന്നാൽ ലോകസംഗ്രഹാർത്ഥമോ ശിഷ്യശിക്ഷണാർത്ഥമോ എന്തോ അത് കർമ്മങ്ങളെ ബാഹ്യമായി ആചരിക്കുന്നു. യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയത എന്ന് പറഞ്ഞു. അങ്ങനെ കർമ്മങ്ങളെല്ലാം നിവൃത്തമായിരിക്കുന്ന ആൾക്ക്, സർവകർമ്മ സന്യാസിയായിട്ടുള്ള ആൾക്ക് സമ്യക് ദർശനസ്തുത്യർത്ഥം യജ്ഞത്വ സമ്പാദനം, ഇയാൾ ആ സ്ഥിതിയിലേക്ക് ഉയരുകയാണ്. അയാളിൽ നിന്ന് സർവകർമ്മങ്ങളും കൊഴിഞ്ഞു പോയിട്ട് അയാൾ എന്താവും? സർവകർമ്മ സന്യാസിയായി മാറും. ആ സർവകർമ്മ സന്യാസിയുടെ സമ്യക് ദർശനത്തെ സ്തുതിക്കാൻ വേണ്ടി, ശരിയായ ദർശനത്തെ സ്തുതിക്കാൻ വേണ്ടി യജ്ഞത്വ സമ്പാദനം ജ്ഞാനസ്യ, ആ ജ്ഞാനം തന്നെ യജ്ഞമാണെന്ന് സമർത്ഥിക്കുകയാണ്. അല്ല, ജ്ഞാനനിഷ്ഠ തന്നെ യജ്ഞമാണ്. ഏത് അർപ്പണാദി അധിയജ്ഞേ പ്രസിദ്ധം തദസ്യ അധ്യാത്മം ബ്രഹ്മയേവ പരമാർത്ഥദർശിനഃ. അധിയജ്ഞത്തിൽ പ്രസിദ്ധമായ അർപ്പണാദി, എന്താ അധിയജ്ഞത്തിൽ പ്രസിദ്ധമായ അർപ്പണാദി എന്ന് പറഞ്ഞ അർത്ഥം? യജ്ഞത്തെ അധികരിച്ച് പറയുമ്പോൾ അവിടെ അർപ്പണമുണ്ട്, ഹവിസുണ്ട്, അഗ്നിയുണ്ട്, ഹോതാവുണ്ട്, യജ്ഞക്രിയയുണ്ട്, അല്ലേ? അതിലൂടെ പ്രാപിക്കേണ്ടുന്ന ലക്ഷ്യമുണ്ട്, ഇതൊക്കെ ഉണ്ട് അധിയജ്ഞം പറയുമ്പോൾ, യജ്ഞത്തെ അധികരിച്ച് പറയുമ്പോൾ. അപ്പോൾ യജ്ഞത്തെ അധികരിച്ച് പല ഘടകങ്ങളായി പറയേണ്ടുന്ന അർപ്പണം, ഹവിസ്, അഗ്നി തുടങ്ങിയവയൊക്കെ തന്നെ അധ്യാത്മമായിട്ട് പറഞ്ഞാൽ ബ്രഹ്മമാണ്. ഭേദബുദ്ധി അവിടെ പോയിരിക്കുന്നു. എല്ലാവിധ ഭേദബുദ്ധിയും പോയിരിക്കുന്നു. അതാണ്. അപ്പോൾ പരമാർത്ഥദർശിയെ സംബന്ധിച്ച് ബ്രഹ്മഭിന്നമായിട്ടൊന്നുമില്ല. ഇവിടെ ഈ എല്ലാം ബ്രഹ്മമെന്ന് പറയുമ്പോൾ എല്ലാം എന്ന ബഹുവചനം ബ്രഹ്മം എന്നുള്ള ഏകവചനത്തിൽ പോയിപ്പോകുന്നുണ്ട്. അപ്പം വ്യാവഹാരികം അല്ലെങ്കിൽ പ്രാതിഭാസികം എന്ന തലത്തിൽ മാത്രമാണ് ഇവിടെ എല്ലാം എന്നുള്ളതിനെ അംഗീകരിച്ചിട്ടുള്ളത്. അത് അംഗീകരിക്കുമ്പോൾ തന്നെയും ഇതിൻ്റെ സത്യഭാവം ബ്രഹ്മമാണെന്നറിയുന്നു. സൂക്ഷ്മമാണ് ഈ വിഷയം, ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം സർവവും ബ്രഹ്മമാണെന്നിരിക്കെ അർപ്പണാദി മാത്രം വിശേഷിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതായത് ബ്രഹ്മജ്ഞാനിയുടെ
സകല വ്യവഹാരവും തന്നെ യജ്ഞമാണ്. അയാളുടെ ശ്വാസോച്ഛ്വാസം പോലും യജ്ഞമാണ്. അയാളുടെ നടപ്പ്, ഇരിപ്പ് എല്ലാം യജ്ഞമാണ് എന്ന് കാണിക്കാനാണ് ഈ യജ്ഞാധികരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. യജ്ഞാധികരണത്തിൽ പറയുമ്പല്ലേ ഉണ്ടാവുള്ളൂ അർപ്പണം, ഹവിസും ഒക്കെ. ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷെ അർപ്പണാദിയെ പറയേണ്ട ആവശ്യമില്ല, അനർത്ഥകമാണ്. തസ്മാത് ബ്രഹ്മേവ ഇതം സർവമിതി അഭിജാനതഃ വിദുഷഃ സർവകർമാഭാവഃ. അതുകൊണ്ട് എല്ലാം ബ്രഹ്മമാണെന്ന് അറിയുന്ന വിജ്ഞാനിയെ സംബന്ധിച്ച് കർമാഭാവമാണ്. അയാൾക്ക് കർമ്മസന്യാസത്തിലേക്ക് അയാൾ ഉയരുന്നു. അയാളെ സംബന്ധിച്ച് കർമ്മമില്ല. സർവം ബ്രഹ്മമെന്നറിയുന്ന ആള് ജ്ഞാനനിഷ്ഠയിൽ വിരാജിക്കുന്നു. എന്തുകൊണ്ട്? ബ്രഹ്മം അപരിമിതമാണ്. അപ്പൊ സർവം അപരിമിതമാണ്, ഞാൻ അപരിമിതമാണ്. പരിമിതിയെ നിവാരണം ചെയ്യാനല്ലേ കർമ്മം. ആ നിലയ്ക്ക് ചിന്തിക്കണം, ശ്രദ്ധിക്കുക. ആ നിലയ്ക്ക് ചിന്തിക്കണം. നമ്മളിൽ വരുന്ന സത്ത്, ചിത്ത്, ആനന്ദം എന്നീ ഭാവങ്ങളിൽ ന്യൂനതയുണ്ട്, പരിമിതിയുണ്ട് എന്ന ധാരണാപെശകിൽ നിന്നാണ് കർമ്മങ്ങൾ വരുന്നത്. എല്ലാ കർമ്മങ്ങളും, ലൗകികം, വൈദികം, ധാർമ്മികം, അധാർമികം എന്നൊന്നും തിരിക്കണ്ട. എല്ലാം ഈ മൂന്ന് ഭാവങ്ങളേ ഉള്ളൂ. സത്ത്, ചിത്താനന്ദം. ഈ മൂന്ന് ഭാവങ്ങൾ തിരോഭവിച്ചിരിക്കുന്നു, അതിൽ ന്യൂനത ഉണ്ടെന്ന ധാരണാപെശകിൽ നിന്നാണ് എല്ലാ കർമ്മങ്ങളും വരുന്നത്. തസ്മാത് ബ്രഹ്മേവ ഇതം സർവമിതി അഭിജാനതഃ വിദുഷഃ സർവകർമാഭാവഃ. ഇതെല്ലാം ബ്രഹ്മമാണെന്നറിയുന്ന വിദ്വാന് സർവകർമാഭാവം. നേരത്തെയും പറഞ്ഞു അത്. നതേഷു കർമ്മസ്വധികാരഃ എന്ന് നേരത്തെ പറഞ്ഞു. നോക്കൂ, കാരകബുദ്ധ്യഭാവാദിച്ച് കാരകബുദ്ധ്യഭാവാത് ച നഹി കാരകബുദ്ധിരഹിതം യജ്ഞാഖ്യം കർമ്മ ദൃഷ്ടം സർവമേവ അഗ്നിഹോത്രാദികം കർമ്മ ശബ്ദസമർപ്പിത ദേവതാവിശേഷ സമ്പ്രദാനാദി കാരകബുദ്ധിമത് കർത്തൃ അഭിമാന ഫലാഭിസന്ധിമത് കർത്തൃഭിമാന ഫലാഭിസന്ധിമത് ച ദൃഷ്ടം ന ഉപമൃദിത ക്രിയാകാരക ഫലഭേദ ബുദ്ധിമത് കർത്തൃത്വ അഭിമാന ഫലാഭിസന്ധിരഹിതം വാ ഇദം തു ബ്രഹ്മബുദ്ധ്യുപമൃദിത അർപ്പണാദി കാരകക്രിയാഫലഭേദ ബുദ്ധി കർമ്മ അതഃ അകർമ്മ ഏവ തത് തഥാ ച ദർശിതം കർമ്മണ്യകർമ്മയ പശ്യേത് കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ ഗുണാഗുണേഷു വർത്തന്തെ നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് ഇത്യാദിഭിഃ തഥാ ച ദർശയൻ തത്ര തത്ര ക്രിയാകാരക ഫലഭേദ ബുദ്ധിപമർദ്ദം കരോതി. അപ്പോ സർവമേവ അഗ്നിഹോത്രാദികം കർമ്മ ശബ്ദസമർപ്പിത ദേവതാവിശേഷ സമ്പ്രദാനാധികാരക ബുദ്ധിമത് കർത്തൃഭിമാന ഫലാഭിസന്ധിമത് ച ദൃഷ്ടം.
അഗ്നിഹോത്രാദി കർമ്മങ്ങൾ മുഴുവൻ, യാഗങ്ങൾ, യജ്ഞങ്ങൾ എല്ലാം തന്നെ ശബ്ദസമർപ്പിത ദേവതാ വിശേഷ സമ്പ്രദാനാധികാരക ബുദ്ധിമത്താണ്. വിശിഷ്ടങ്ങളായ ശബ്ദങ്ങളോടുകൂടെ, അവിടെ ശബ്ദങ്ങൾ മന്ത്രങ്ങളാണ്. അഗ്നയേ സ്വാഹ, ഇന്ദ്രായ സ്വാഹ, രുദ്രായ സ്വാഹ, വിഷ്ണവേ സ്വാഹ, ഇങ്ങനെ. ഇപ്പം ശബ്ദസമർപ്പിതമായിരിക്കുന്ന ശബ്ദങ്ങളിലൂടെ ആവിഷ്കൃതമാകുന്ന ദേവതകൾ, വ്യത്യസ്ത ദേവതകൾ, ഓരോ യജ്ഞത്തിനും വ്യത്യസ്ത ദേവതയുണ്ട്. ഒരു യാഗത്തിനുള്ള ദേവതയായിരിക്കില്ല വേറെ യാഗത്തിന്, വേറെ യാഗത്തിനുള്ള ദേവതയല്ല വേറൊന്നിന്, ഭിന്നങ്ങളായ ദേവതകൾ. ആ ദേവതകൾക്കനുസരിച്ച മന്ത്രഭേദങ്ങൾ, ക്രിയാഭേദങ്ങൾ, അതാണ് ശബ്ദസമർപ്പിത ദേവതാവിശേഷ സമ്പ്രദാനം. അവിടെ ഇന്ന ദേവതയ്ക്ക് ആയിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചെയ്യുന്നത്, അല്ലേ? വിഷ്ണുവിനായിക്കൊണ്ട്, ഇന്ദ്രനായിക്കൊണ്ട്, വായുവിനായിക്കൊണ്ട്, അഗ്നിക്കായിക്കൊണ്ട്, അങ്ങനെയുള്ളതായ മന്ത്രപൂർവം പ്രത്യേകം കാരകങ്ങളോടുകൂടിയാണ് എല്ലാം ഉള്ളത്. അവിടെ കാരകങ്ങൾ ഇന്ന ദേവതയ്ക്കായിക്കൊണ്ട് എന്നുള്ളതായ ചതുർത്ഥിയിലുള്ള മന്ത്രങ്ങൾ വരും, ദേവതാവിശേഷങ്ങൾ വരും. പിന്നെ അധികരണം വരും. ഇന്ന സ്ഥാനത്ത് ആവാഹിതന്മാരായ ദേവതകൾക്കായിക്കൊണ്ട് എന്നുള്ളത് വരും. ഇങ്ങനെ ഒട്ടനവധി കാരകങ്ങൾ ചേർന്നതാണ് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ഒക്കെ തന്നെ. ഇന്ന ദേവതയ്ക്ക് വിഷ്ണു എന്നുള്ള നിലയ്ക്ക്, വിഷ്ണുവിന്, രുദ്രന്, അഗ്നിക്ക് എന്നുള്ള നിലയ്ക്ക് വരും. ഇന്നതിനോടുകൂടെ എന്നുള്ള തൃതീയ വരും. ഇന്നതിനായിക്കൊണ്ടെന്ന ചതുർത്ഥി വരും. ഇന്നതിൽ നിന്ന് പൊതുവെ പഞ്ചമി അങ്ങനെ പതിവില്ല. പിന്നെ ഇന്ന് അധികരണത്തിൽ ഇന്നടത്ത് ആവാഹിക്കപ്പെട്ട എന്നുള്ളത് വരും. ഇങ്ങനെയുള്ള കാരകങ്ങളോട് കൂടിയിട്ടാണ് എല്ലാ അഗ്നിഹോത്രാദി കർമ്മങ്ങളും വരുന്നത്. ഇനി മറ്റൊന്ന്, കർത്തൃഭിമാന ഫലാഭിസന്ധിമത്. കർത്തൃഭിമാനം, ഫലാഭിസന്ധി, ഇത് രണ്ടും വേണം. ഒരു യാഗത്തിനെ സംബന്ധിച്ച് കർത്തൃഭിമാനം വേണം. ഞാൻ അധികാരമുള്ള കർത്താവാണ്, ഈ യാഗം ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് വരണം, വേണ്ടേ? അല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ? ഒരു ക്രിയ ചെയ്യാൻ ആ ക്രിയയ്ക്ക് അധികാരിയാണ് ഞാൻ എന്നുള്ള ധാരണ വേണ്ടേ? അല്ല, ഇന്നിപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ, എന്ന് തോന്നിയാണൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വലിയ കുറേ യാഗവിശേഷങ്ങൾ, കുറേ യാഗങ്ങൾ ചേർന്ന വലിയൊരു യാഗം നടക്കുകയാണ്. കുറേ യാഗങ്ങൾ ചേർന്ന വലിയൊരു യാഗം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അശ്വമേധമുണ്ട്. അശ്വമേധം എനിക്ക് നോട്ടീസിൽ അശ്വമേധമുണ്ട്. എന്നാൽ അപ്പോൾ ഒന്ന് കാണണമല്ലോ എങ്ങനെയാണ് അശ്വമേധം നടക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി. ഇവിടെ തന്നെയാണ് പോയത്. ഇവിടെ വെച്ചാൽ അദ്വൈതാശ്രമത്തിൽ നിന്നല്ല, കൊളത്തൂർ ക്ഷേത്രത്തിലാണ് അക്കാലത്ത് നമ്മൾ താമസിക്കുന്നത്. അവിടുന്ന് പോയി ചെന്നപ്പോൾ എന്താ കാഴ്ച? നമ്മൾ വളരെ പ്രിയപ്പെട്ട, വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹമാണ് ഈ കുതിരേനെ കൊണ്ട് വന്നിട്ടുള്ളത്. നിങ്ങളെന്താ ഇപ്പോൾ കുതിരേനെ കൊണ്ടുവന്ന്? അദ്ദേഹം ഇപ്പോൾ ഒരു സന്യാസിയാട്ടോ, അദ്ദേഹം ഇപ്പോൾ സന്യാസിയാണ്. ഒന്നും പറയണ്ട സ്വാമി, കണ്ണൂർ ജില്ല കടന്നിട്ട് കോഴിക്കോട്ടേക്ക് വരുമ്പോഴത്തേക്ക് സ്വീകരിക്കാമെന്നുകൊണ്ട് ആൾക്കാർ വന്നു. അഴിയൂർ നോക്കുമ്പോൾ ഒരുത്തനുമില്ല. ഞാൻ അവിടെ നിന്ന് ഇതുവരെ നടത്തിച്ച് വന്നിരിക്കുകയാണ്. എന്തൊരു കഷ്ടമായിപ്പോയി എന്ന് കുറേ വഴക്കും പറഞ്ഞു. നോക്കണേ, അല്ലേ, അശ്വമേധം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അശ്വമേധം എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന് ചക്രവർത്തിയായി തീരാൻ മറ്റു രാജാക്കന്മാരുടെ ആരുടെയും തടസ്സമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള യാഗവിശേഷമാണ് അശ്വമേധം. ദിഗ്വിജയുണ്ടതിൽ. എന്തൊരു കഷ്ടം! അതൊക്കെ നമ്മളിവിടെ അശ്വമേധം നമ്മുടെ ഓരോരുത്തരും നടത്തി എന്താ ചെയ്യുക?
എല്ലാത്തിനും അധികാരി അനധികാരി നോക്കണ്ടേ? നാലോ സ്ഥലത്ത് യാഗത്തിന് ക്ഷണിക്കപ്പെട്ടു, പോയി പ്രസംഗമൊക്കെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു സ്വാമി വേണം ഇത് പ്രഖ്യാപിക്കുക. ഏത് പ്രഖ്യാപിക്കുക? ഈ പുത്രകാമേഷ്ടി. ഞാൻ പറഞ്ഞു അയ്യോ അതിന് സന്യാസി വേണ്ട, വയ്യ, അത് നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് പ്രഖ്യാപിപ്പിച്ചോളൂ. എന്നാൽ സ്വാമിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ആരെങ്കിലും പ്രഖ്യാപിച്ചോട്ടെ. ഇഷ്ടം പോലെ, അതിന് യാതൊരു വിരോധവും ഇവിടെ ഇല്ല. അപ്പോൾ അത് നിർവഹിച്ചാൽ സന്താനം ഉണ്ടാവും എന്നൊന്ന് സ്വാമിക്കൊന്ന് പറഞ്ഞൂടെ? നിങ്ങൾ എന്തിനാ അത് ചിദാനന്ദപുരി സ്വാമിനെ കൊണ്ട് പറയിപ്പിക്കണത്? അല്ല, സ്വാമിയുടെ വാക്കിനൊരു വില ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇല്ലാണ്ടാക്കണോ? അതുകൊണ്ട് ഞാനിത് പറയാൻ പോകണില്ല. കാരണം എനിക്ക് ഒരു കാരണവശാലും പറയാൻ അധികാരമില്ല. കാരണം എനിക്ക് കുട്ടി ഉണ്ടായിട്ടില്ല. ഇത് ചെയ്താൽ കുട്ടി ഉണ്ടാവും എന്ന് പറയണമെങ്കിൽ ഇത് ചെയ്തിട്ട് കുട്ടി ഉണ്ടായ ആൾക്ക് അല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് പറയാൻ പറ്റുമോ? എന്നാ നിങ്ങളുടെ അഭിപ്രായം? ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം കിട്ടിയാക്കല്ലേ പറയാൻ പറ്റൂ, കിട്ടാത്താക്ക് പറയാൻ പറ്റുമോ? എന്നാ പൂജ ചെയ്തോളൂ, നിങ്ങളെ കല്യാണം നടക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് കഴിയുമോ? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊരു കഷ്ടമായിപ്പോയി, ആലോചിച്ച് നോക്കൂ. അപ്പം ഓരോരോ അഗ്നിഹോത്രത്തിനും യാഗത്തിനും യജ്ഞത്തിനും എന്തൊക്കെയുണ്ട്? ഞാൻ അധികാരിയായ കർത്താവാണെന്നുള്ള ഭാവന വേണം. 2, ഇന്ന ഫലത്തിനായിക്കൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളത് വേണം. അധികാരം വ്യക്തമാവണമല്ലോ, അല്ലേ? അതെ. ഇപ്പോൾ ഒരാൾക്ക് ചെറിയൊരു കോങ്കണ്ണുണ്ട് എന്ന് വെച്ചോളൂ. അപ്പോൾ എനിക്ക് കോങ്കണ്ണുണ്ട് എന്ന് വെച്ചോളൂ. അത്ര അധികമൊന്നുമില്ല, ചെറിയൊരു കോങ്കണ്ണേ ഉള്ളൂ. അത് എന്താ ചെറിയൊരു കോങ്കണ്ണേ ഉള്ളൂ, വലിയ കോങ്കണ്ണൊന്നും ഇല്ല. എന്നാലും കർമാധികാരമില്ല, യാഗം ചെയ്യാൻ അധികാരമില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് ചെറിയൊരു കൂനുണ്ട്, ഒന്ന് വളഞ്ഞിട്ടാണ്, യാഗം ചെയ്യാൻ അധികാരമില്ല. ഒരാൾക്ക് കാലിന് ചെറിയൊരു മുടന്തുണ്ട്, യാഗം ചെയ്യാൻ അധികാരമില്ല. ഒരാൾക്ക് ഒരു ചെവി കേൾക്കില്ല, യാഗം ചെയ്യാൻ അധികാരമില്ല. യാഗം ചെയ്യണമെങ്കിൽ നല്ല പെർഫെക്റ്റ് ദേഹമാവണം, അതൊക്കെ യാഗാധികാരമുള്ളൂ, അല്ലേ? അത് അനധികാരധർമ്മങ്ങളൊന്നും എനിക്കില്ല എന്ന് ഉറപ്പ് വേണം. ഇതൊക്കെ ഇപ്പോൾ നോക്കിയിട്ടാണോ ഇന്നത്തെ കാലത്ത് യാഗം എന്ന് ചോദിച്ചാൽ അതൊന്നും അല്ലാതെ വേറെ വിഷയം. ശരി, ഇതൊക്കെ എനിക്ക് തികഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ ഫലം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ചെയ്യണ്ട. എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം അത് ആഗ്രഹിക്കുന്ന ആൾക്കാണ്. ഇങ്ങനെ ശബ്ദസമർപ്പിത ദേവതാവിശേഷ സമ്പ്രദാനാധികാരക ബുദ്ധിമത് കർത്തഭിമാന ഫലാഭിസന്ധിമത് ദൃഷ്ടം. വ്യക്തമാണല്ലോ? അങ്ങനെയാണ്. ന ഉപമൃദിത ക്രിയാകാരക ഫലഭേദ ബുദ്ധിമത് കർത്തൃത്വ അഭിമാന ഫലാഭിസന്ധിരഹിതം വാ. ക്രിയാകാരക ഫലഭേദ ബുദ്ധി കഴുകിക്കളയപ്പെട്ടാൽ പിന്നെ യാഗമുണ്ടോ? എല്ലാം ബ്രഹ്മം എന്നുള്ള ബോധത്തിൽ പ്രത്യേകിച്ച് ക്രിയ, കാരകം, കർത്താവ് ഇത് വല്ലതും ശേഷിക്കുന്നുണ്ടോ? ഇല്ല. അതെല്ലാം ഉപമൃദിതമായി കഴുകിക്കളയപ്പെട്ടു, നീക്കപ്പെട്ടു. കർത്തൃത്വ അഭിമാനമില്ല എങ്കിൽ യാഗമുണ്ടോ? ഇല്ല. ഫലാഭിസന്ധി ഇല്ല ചൊല്ലു, എന്നാ യാഗമുണ്ടോ? അപ്പൊ ഇല്ല. യാഗമാണെങ്കിൽ ഫലാഭിസന്ധി വേണ്ടേ? ഫലത്തിൽ ആഗ്രഹം വേണം. ശരി, ഞാൻ വെറുതെ ഫലത്തിലൊന്നും ആഗ്രഹമില്ലാണ്ട് വെറുതെ പറഞ്ഞോളാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അതൊരു ശരിയായ നടപടിയല്ല. എനിക്ക് ഫലത്തിലൊന്നും ആഗ്രഹമില്ല, ഞാൻ യാഗം നടക്കാൻ വേണ്ടിയിട്ട് ഫലത്തിൽ ആഗ്രഹമുണ്ടെന്ന് വെറുതെ പറയാം, അത് ശരിയാകുമോ? അപ്പം മന്ത്രത്തിലെ അയാൾക്ക് വിശ്വാസമില്ല, ശ്രദ്ധയില്ല എന്ന് വരും. ഇല്ല? എന്താ നിങ്ങളുടെ അഭിപ്രായം? ശരിയല്ലേ പറഞ്ഞേ? നമ്മളൊരു സ്ഥലത്തൊരു യാഗത്തിന് പോയി. ഒരു യാഗത്തിന് പോയപ്പോൾ നമ്മൾ വളരെ പരിചയമുള്ള ഒരാൾ അവിടെ അങ്ങനെ മന്ത്രം ചൊല്ലി കൊടുക്കുക. അപ്പോൾ ഈ കക്ഷി ആരാന്ന് വെച്ചാൽ കക്ഷി വളരെ അടുപ്പമുള്ള ആളാണ്. ഇദ്ദേഹം ഇവിടെ വരാറുണ്ട്, നമ്മളായിട്ട് വളരെ ബന്ധപ്പെടുന്ന ആളാണ്. ഇദ്ദേഹം എപ്പോഴും ഞാൻ കല്യാണം കഴിക്കില്ല, നമ്മളെ ഹിന്ദു സമാജത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്, കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ആളാ.
അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇയാളാണ് മന്ത്രം ചൊല്ലിക്കൊടുക്കുന്നത്. 144 മറ്റോ പ്രാവശ്യം ചൊല്ലുന്നുണ്ട് ഒരു മന്ത്രം. ആ മന്ത്രത്തിൽ മുഴുവൻ പുത്രോമേജായതാം എന്നാണ്, എനിക്ക് മകൻ ഉണ്ടാവണം എന്നാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടു. നമ്മൾ പ്രഭാഷണമായിട്ടില്ല, അതിന് മുമ്പ് അവിടെ എത്തി ഈ മന്ത്രക്കാരനെ കേട്ടു, സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ ഇതാ കൊണ്ട് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചു. അപ്പോൾ അതൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ വന്നു. ഞാൻ ചോദിച്ചു, അല്ല എന്നാ നമുക്കൊരു ചായ തരിക? എന്ത് ചായ സ്വാമിയല്ലേ ചായ കുടിക്കണത്? അല്ല, ഈ ചായ നിങ്ങളെ വകയല്ല, ഇത് കമ്മിറ്റിയുടെ വകയാണ്, നിങ്ങളെ വക എന്നാ തരിക? എൻ്റെ വകയാ? എന്താ സ്വാമി? അല്ല എന്നാ എന്ത് സ്വാമി ചോദിക്കണം? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, കല്യാണം എന്നാന്നാ ചോദിച്ചേ? കല്യാണം? ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് സ്വാമിയോട് എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? അത് ശരി, ഇപ്പം എനിക്കൊരു മകൻ ഉണ്ടാവണമെന്ന് 144 പ്രാവശ്യം പ്രാർത്ഥിച്ച് ഞാൻ കേട്ടു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. അത് ഞാൻ ചൊല്ലിക്കൊടുത്തതല്ലേ. മന്ത്രത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഫലം ഉണ്ടാവും, ഇല്ലാണ്ടിരിക്കില്ല. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു. രണ്ടാളും കൂടിയാ വന്നത്. സ്വാമി കല്യാണം കഴിഞ്ഞു. ആ, ഇവിടെ എനിക്ക് പരിചയമുള്ളതാണല്ലോ. അതും പരിചയമുള്ള കുട്ടി തന്നെയാണ്. അപ്പോൾ അതും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന കുട്ടിയാണ്. ഞങ്ങൾ രണ്ടും കൂടി കല്യാണം കഴിക്കാമെന്ന് വെച്ചു. നന്നായി. മന്ത്രം വലിച്ചു, അല്ലാണ്ട് എന്ത്. ഇതിനൊരു കുട്ടി ഉണ്ടായിന്നും കൂടി അറിഞ്ഞാൽ പൂർണ്ണമായി. അതറിഞ്ഞിട്ടില്ല, പിന്നെ കണ്ടിട്ടില്ല, ഒന്നും കഥ പറയല്ല. അപ്പോൾ ഫലകാമന ഇല്ല പറഞ്ഞാൽ പിന്നെ യാഗമില്ല, കർത്തൃഭിമാനം ഇല്ല എന്ന് പറഞ്ഞാൽ യാഗമില്ല. അപ്പോൾ ഇവിടെ സർവം ബ്രഹ്മ എന്നുള്ള സ്ഥിതിയിൽ ഫലാഭിമാനം ഉണ്ടോ? കർത്തൃഭിമാനം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ കർമ്മമില്ല, കർമ്മങ്ങൾ കൊഴിഞ്ഞുപോയി. ഇതം തു ബ്രഹ്മബുദ്ധി ഉപമൃദിത അർപ്പണാദി കാരക ക്രിയാഫലഭേദ ബുദ്ധി കർമ്മ അതഃ അകർമ്മ ഏവ. ഇവിടെ സർവം ബ്രഹ്മം എന്നുള്ള ബോധത്തിൽ ഉപമൃദിതമായ അർപ്പണാദി കാരകങ്ങൾ, ക്രിയാഫലഭേദങ്ങൾ, കർത്താവ് ഒക്കെ എല്ലാം പോയി. എല്ലാം ബ്രഹ്മം എന്നുള്ള ബോധത്തിൽ വൈവിധ്യജ്ഞാനം പോയി. അതുകൊണ്ട് കർമ്മം എന്തായി? അകർമ്മ ഏവ സമ്പദ്യതേ, അകർമ്മമായി. ഇയാളുടെ കർമ്മം കൊഴിഞ്ഞു. തഥാച ദർശിതം, ഈ വിഷയം നേരത്തെ കാണിച്ചിട്ടുണ്ട്. കർമ്മണ്യകർമ്മയ പശ്യേതെന്നിടത്ത്. കർമ്മത്തിൽ ആര് അകർമ്മത്തെ കാണുന്നുവോ? കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. കർമ്മത്തിൽ അയാൾ അഭിപ്രവൃത്തനാണെങ്കിലും അയാൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും പറഞ്ഞു, ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാന സജ്ജതേ. ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞിട്ട് ഒരാൾക്ക് സംഘമില്ലാതിരിക്കുന്നു. ഇനിയും പറഞ്ഞിട്ടുണ്ട്, നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷൻ അഭി ഇന്ദ്രിയാൻ ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എവിടെയാ പറഞ്ഞേ? ഇതൊക്കെ ഗീതയെ പറഞ്ഞതാ. അപ്പം ഞാനൊന്നും ചെയ്യണില്ല എന്നറിയാം. എന്തൊക്കെ? പശ്യൻ കാണുന്നവനാണ്, ശൃണ്വൻ കേൾക്കുന്നവനാണ്, സ്പൃശൻ സ്പർശിക്കുന്നവനാണ്, ജിഘ്രൻ മണക്കുന്നവനാണ്, അശ്നൻ ഭക്ഷണം കഴിക്കുന്നവനാണ്, ഗച്ഛൻ സഞ്ചരിക്കുന്നവനാണ്, സ്വപൻ ഉറങ്ങുന്നവനാണ്, ശ്വസൻ ശ്വസിക്കുന്നവനാണ്, പ്രലപൻ സംസാരിക്കുന്നവനാണ്, വിസർജൻ മലമൂത്രാദി വിസർജിക്കുന്നവനാണ്, ഗൃഹണൻ എടുക്കുന്നവനാണ്, ഉന്മിഷൻ തുറക്കുന്നവനാണ്, നിമിഷൻ പൂട്ടുന്നവനാണ്. ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും എന്തറിയാം? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. കാരണങ്ങൾ അവയുടെ വ്യാപാരം ചെയ്യുന്നു. എനിക്കെന്ത് വേണം? ഒരാള് ഒരു 4000 തെങ്ങുള്ള വലിയ തോട്ടം, അത് പറയാണ്, ഇതൊക്കെ ഞാൻ വെച്ചതാണ്, ഈ തെങ്ങ് മുഴുവൻ ഞാൻ വെച്ചതാണ്, വളരെ സന്തോഷം. ഞാൻ പോയിട്ട് അയാളെ കൈയൊന്ന് പിടിച്ചു, ഒന്നിങ്ങനെ തടവി. അയാൾ വിചാരിച്ചു സ്നേഹം കൊണ്ട് തടവിയ. സ്നേഹം കൊണ്ടല്ല, എത്ര ഈ തഴമ്പുണ്ട് നോക്കിയതാ, ഒരു തഴമ്പുമില്ല, മൃദുവാ. കള്ളത്തിന് ഉറപ്പല്ലേ? ആണല്ലോ. ഒരു തഴമ്പ് പോലും ഇല്ല. എന്തിനാ പറഞ്ഞ 4000 തെങ്ങ് വെച്ചിട്ടുണ്ട്. അയാൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒരു കുടയും ചൂടി വരമ്പത്ത് വന്നിട്ടുണ്ടാവും. വൈകുന്നേരം ആവുമ്പം കൂലി കൊടുത്തിട്ടുണ്ടാവും. തെങ്ങ് വെച്ചതൊക്കെ വേറെ ജോലിക്കാരാ. എന്നിട്ട് പറയണതോ ഞാൻ വെച്ചു എന്നാണ്. ഇതന്നെയാണ് നമ്മളും ചെയ്യണത്. ഇന്ദ്രിയങ്ങൾ ചെയ്യുന്ന പരിപാടിയിൽ ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്നു, മനസ്സ് ചെയ്യുന്ന പരിപാടിയിൽ ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്നു, ബുദ്ധി ചെയ്യുന്ന പരിപാടിയിൽ ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്നു.
ഇത്യാദിഭിः തഥാ ച ദർശയൻ തത്ര തത്ര ക്രിയാകാരക ഫലഭേദ ബുദ്ധിമമർദ്ദം കരോതി. അവിടെയായിട്ട് ഭഗവത്ഗീതയിൽ ഈ ബ്രഹ്മാത്മബോധത്തിൽ ക്രിയാകാരക ഫലഭേദം ഇല്ലാതാകുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഒരിടത്തൊന്നല്ല, ഗീതയിൽ പല സ്ഥലത്തും ബ്രഹ്മവിദ്വാന് ബ്രഹ്മാത്മജ്ഞാനിക്ക് ക്രിയാകാരക ഫലഭേദം ഇല്ലാതാകുന്നു എന്നെടുത്ത് കാണിക്കുന്നുണ്ട്. വ്യക്തമാണല്ലോ. ഒന്നിച്ച് പോണേ, കുറച്ച് വേഗത കൂട്ടിയോണ്ട് ഭിന്നായി പോയത്. ദൃഷ്ടുവാച്ച് കാമ്യാഗ്നിഹോത്രാദൗ കാമോപമർദ്ദേന കാമ്യാഗ്നിഹോത്രാദിഹാനി. ദൃഷ്ടാച്ച് കാമ്യാഗ്നിഹോത്രാദൗ കാമോപമർദ്ദേന കാമ്യാഗ്നിഹോത്രാദിഹാനി തഥാ മതിപൂർവക അമതിപൂർവകാദീനാം കർമ്മണാം കാര്യവിശേഷസ്യ ആരംഭകത്വം ദൃഷ്ടം. തഥാ ഇഹ അപി ബ്രഹ്മബുദ്ധ്യുപമൃതിത അർപ്പണാദി കാരകക്രിയാഫലഭേദബുദ്ധേഃ ബാഹ്യചേഷ്ടാമാത്രേണ കർമ്മ അപി വിദുഷഃ അകർമ്മ സമ്പദ്യതേ. അതഃ ഉക്തം സമഗ്രം പ്രവിലീയത്തെ ഇതി. അപ്പോൾ ക്രിയാകാരക ഫലഭേദ ബുദ്ധി ഇല്ലാതാകുന്നതിനെ അങ്ങിങ്ങായി ഗീതയിൽ പറയുന്നുണ്ട്. അതാണല്ലോ പറഞ്ഞത്. മാത്രമല്ല കാണപ്പെടുന്നുമുണ്ട്. എന്ത്? കാമ്യ അഗ്നിഹോത്രാദൗ ഒരാൾ പ്രവൃത്തനായി, കാമ്യമായ ഒരു അഗ്നിഹോത്രത്തിൽ പ്രവർത്തിച്ച ഒരാൾ. അപ്പം അയാൾ അഗ്നിഹോത്രം ചെയ്യുന്നത് കാമ്യമാണ്. കാമ്യം എന്ന് പറഞ്ഞാൽ കാമനാപ്രാപ്തിക്കായിക്കൊണ്ടുള്ളതാണ്. ഈ ആഗ്രഹം നടക്കാനായിക്കൊണ്ടുള്ളതാണ്. അങ്ങനെ ആഗ്രഹം നടക്കാനായിക്കൊണ്ടുള്ളതിൽ കാമോപമർദ്ദേന, കാമം പോയി, ആഗ്രഹത്തോടു കൂടി ഒന്ന് തുടങ്ങി പകുതിയായപ്പോൾ ആഗ്രഹം കൊഴിഞ്ഞു പോയി. ഇനിയോ അപ്പോൾ കർമ്മം നിൽക്കും. എന്നാലും അത് പൂർത്തിയാക്കിക്കൊണ്ടിരുന്നോ? അതെങ്ങനെയാ പൂർത്തിയാക്കുക? അതെങ്ങനെ പൂർത്തിയാക്കും? ആഗ്രഹം പോയി, കാമ്യം പോയി. കാമ്യം പോയപ്പോൾ അഗ്നിഹോത്രവും പോയി. അതാണ് കാമ്യാഗ്നിഹോത്രാദിഹാനി. അവിടെ കാമ്യമാണ്, ആഗ്രഹമാണ് അഗ്നിഹോത്രത്തെ നിലയ്ക്ക് നിർത്തുന്നത്. വിവിധങ്ങളായ കാമ്യങ്ങൾ അങ്ങനെയാ. ഇത് ഹോമം, അഗ്നിഹോത്രം, യാഗം തുടങ്ങിയവയിൽ മാത്രമല്ല, ലൗകികമായും ഇങ്ങനെ തന്നെയാ. ഏതെങ്കിലും ഒരു ആഗ്രഹത്തോടു കൂടി ആഗ്രഹപൂരണത്തിന് വേണ്ടി നമ്മളെന്തെങ്കിലും കർമ്മം ചെയ്തു എന്ന് വിചാരിച്ചോളൂ. ആ കർമ്മം മുന്നോട്ട് പോകുമ്പോൾ ആഗ്രഹം കൊഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചോളൂ. അപ്പോഴോ അങ്ങനെ ഉണ്ടാവില്ല. അപ്പം അത് കൊഴിഞ്ഞു പോകും. ആരോ പൂർത്തിയായിക്കൂടെ? സാധ്യമല്ല, കഴിഞ്ഞു. പിന്നെന്ത്? അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഇനി പകുതിയിൽ വെച്ച് നിർത്തിയിട്ട് വേറൊരാൾക്ക് തെറ്റിദ്ധാരണ വരണ്ടെന്ന് വിചാരിച്ചിട്ടോ ശിഷ്യന്മാരെ ഉപദേശിക്കാൻ വേണ്ടിയൊക്കെ അത് പൂർത്തിയാക്കിയാലും അയാളുടെ ദൃഷ്ടിയിൽ അത് കർമ്മമല്ല, അത് കഴിഞ്ഞു. ചിട്ടി ചിട്ടി കിട്ടുക, അത് കൊള്ളാം. അത് ചിട്ടി കിട്ടിയതാണല്ലോ, ആഗ്രഹം പോയിട്ടില്ലല്ലോ. ഇതല്ല, ഇത് ആഗ്രഹമേ പോയി. ഇഹപി ബ്രഹ്മബുദ്ധ്യുപമൃതിത അർപ്പണാദി കാരക ക്രിയാഫലഭേദബുദ്ധേഹേ. ഇവിടെയും
അപ്പം മതിപൂർവക അമതിപൂർവകാദീനാം കർമ്മണം കാര്യവിശേഷസ്യ ആരംഭകത്വം ദൃഷ്ടം. ആഗ്രഹത്തോടു കൂടിയും ഇല്ലാതെയും ചെയ്യുന്ന കർമ്മങ്ങളുടെ വ്യത്യാസം നമ്മൾ ലോകത്തിൽ കാണുന്നുണ്ട്. ആഗ്രഹത്തോടു കൂടി ചെയ്യുമ്പോൾ ആ ആഗ്രഹത്താൽ പരിമിതമായിരിക്കും അയാളുടെ കർമ്മം. ആ ആഗ്രഹത്താൽ പരിമിതമായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ ആഗ്രഹം പോയി കഴിഞ്ഞാലോ പിന്നെ എവിടെയാ ചെയ്യുക? പിന്നെ ചെയ്യാൻ പറ്റില്ല. എടോ നീ ഇന്നലെ ചെയ്തില്ലേ? ഇന്നലെ ചെയ്തു, പക്ഷെ ഇന്ന് ചെയ്യാൻ പറ്റുമോ? എനിക്കത് ആഗ്രഹമില്ല, എന്നാൽ പൂർത്തിയായിക്കൂടെ? പക്ഷേ നിങ്ങൾ പൂർത്തിയാക്കിക്കോളൂ, എനിക്കതിപ്പോൾ പൂർത്തിയാക്കണമെന്നൊന്നുമില്ല. തഥാ ഇഹാബി, ഇവിടെയും ബ്രഹ്മബുദ്ധിയാൽ കഴുകി നീക്കപ്പെട്ട അർപ്പണാദി കാരക ക്രിയാഫലഭേദ ബുദ്ധി ബാഹ്യചേഷ്ട മാത്രം ശേഷിച്ചാലും അത് കർമ്മമല്ലാതാകുന്നു എന്ന് പറഞ്ഞു. ബ്രഹ്മബുദ്ധിയാൽ കർത്തൃ ക്രിയാ കാരക ഫലഭേദബുദ്ധി ഇല്ലാതാക്കപ്പെട്ടാൽ ആ കർമ്മം ബാഹ്യമായി നിലനിന്നാൽ പോലും ബ്രഹ്മജ്ഞനെ സംബന്ധിച്ചത് കർമ്മം അല്ല എന്ന് പറഞ്ഞു. അകർമ്മ സമ്പദ്യത അതഹ ഉക്തം സമഗ്രം പ്രവിലീയത. അതുകൊണ്ടാണ് സമഗ്രം പ്രവിലീയത എന്ന് പറഞ്ഞത്. ആ കർമ്മം പൂർണ്ണമായി നശിച്ചു പോകുന്നു, പൂർണ്ണമായി വിലയിച്ചു പോകുന്നു, എല്ലാത്തിലും ബ്രഹ്മദൃഷ്ടി ഉറച്ചതോടുകൂടി. അത്ര കേചിദാഹു യത് ബ്രഹ്മ തദർപ്പണാദീനി ബ്രഹ്മ ഏവ കില അർപ്പണാദീന പഞ്ചവിധേന കാരകാത്മന വ്യവസ്ഥിതം സത് തദേവ കർമ്മ കരോതി. തത്ര ന അർപ്പണാദിബുദ്ധി നിവർത്യതേ കിന്തു അർപ്പണാദിഷു ബ്രഹ്മബുദ്ധി ആധീയതേ യഥാ പ്രതിമാദൗ വിഷ്ണുവാദിബുദ്ധി യഥാ വാ നാമാദൗ ബ്രഹ്മബുദ്ധി ഇതി. സത്യമേവമപി സ്യാത് യദി ജ്ഞാനയജ്ഞ സ്തുത്യർത്ഥം പ്രകരണം ന സ്യാത്. അത്ര തു സമ്യക് ദർശനം ജ്ഞാനയജ്ഞശബ്ദിതം അനേകാൻ യജ്ഞശബ്ദിതാൻ ക്രിയാവിശേഷാൻ ഉപന്യസ്യ ശ്രേയാൻ ദ്രവ്യമയാദ് യജ്ഞാത് ജ്ഞാനയജ്ഞപരന്തപ ഇതി ജ്ഞാനം സ്തൗതി. അത്ര ച സമർത്ഥം ഇദം വചനം ബ്രഹ്മാർപ്പണമിത്യാദി ജ്ഞാനസ്യ യജ്ഞത്വ സമ്പാദനെ അന്യഥാ സർവസ്യ ബ്രഹ്മത്വേ അർപ്പണാദീനാമേവ വിശേഷതഃ ബ്രഹ്മത്വഭിധാനം അനർത്ഥകം സ്യാത്. നോക്കൂ, അത്ര കേചിദാഹു യത് ബ്രഹ്മ തദർപ്പണാദീനി ബ്രഹ്മ ഏവ കില അർപ്പണാദിന പഞ്ചവിധേന കാരകാത്മന വ്യവസ്ഥിതം സത് തദേവ കർമ്മ കരോതി. തത്ര ന അർപ്പണാദിബുദ്ധി നിവർത്യതേ കിന്തു അർപ്പണാദിഷു ബ്രഹ്മബുദ്ധി ആധീയതേ യഥാ പ്രതിമാദൗ വിഷ്ണുവാദിബുദ്ധി യഥാ വാ നാമാദൗ ബ്രഹ്മബുദ്ധി ഇതി. ഇവിടെ ചിലർ പറയുന്നു അത്ര കേചിദാഹു, ചിലർ പറയുന്നു, നമ്മുടെ വ്യാഖ്യാനമല്ല, വേറെ ചിലർ പറയുന്നു. എന്താ പറയുന്നത്? യത് ബ്രഹ്മ തദർപ്പണാദീനി. ഈ ബ്രഹ്മം തന്നെയാണ് അർപ്പണാദിയായിട്ട് തീരുന്നത്. നമ്മൾ പറഞ്ഞതായിട്ട് എന്താ വ്യത്യാസം? അർപ്പണം തുടങ്ങിയവയിൽ ബ്രഹ്മബുദ്ധി ഉറച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെയല്ലാതെ ബ്രഹ്മം തന്നെ അർപ്പണാദിയായി തീരുന്നു എന്ന് ചിലർ പറയുന്നു. അതെങ്ങനെയാ പറയുന്നുണ്ട്? നോക്കൂ, ബ്രഹ്മയേവ കില അർപ്പണാദിന പഞ്ചവിധേന കാരകാത്മന വ്യവസ്ഥിതം സത് തദേവ കർമ്മ കരോതി. ബ്രഹ്മം തന്നെ അർപ്പണാദി പഞ്ചകാരകങ്ങളായി, പഞ്ചകാരകങ്ങൾ എന്ന് പറഞ്ഞാൽ ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, സപ്തമി ആണല്ലോ. അതിനെക്കൊണ്ട്, അതിനായിക്കൊണ്ട്, അതിൽ നിന്ന്, പിന്നെ
അതിൻ്റെ ഇല്ല ഷഷ്ടി കാരക, അതിൽ 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 ഇതാണ് കാരകങ്ങൾ. ഇങ്ങനെ ഈ വിധ ഭേദങ്ങളോടുകൂടിയാണ് എല്ലാം നടക്കുന്നത്. എന്തിനെ പൂജിക്കുന്നു എന്ന് ചോദ്യം. എന്തിനെ യജിക്കുന്നു? കം യജതി. അപ്പം പറഞ്ഞു വിഷ്ണു യജാമി, ഞാൻ വിഷ്ണുവെ പൂജിക്കുന്നു, യജിക്കുന്നു. കേന, ഏതിനെ കൊണ്ട്? അവർ ഇന്ന ഹവിഷ. അപ്പൊ ദ്വിതീയ തൃതീയ കസ്മൈ വിഷ്ണവേ. പിന്നെ എന്തിൽ നിന്ന്? ഇന്നതിൽ നിന്ന്. എവിടെ? ഇന്നടത്ത്. ഇതാണ് അധികരണങ്ങൾ, ഇതാണ് വരുന്നത്. അപ്പം ഈ കാരകങ്ങളോട്, പഞ്ചവിധ കാരകങ്ങളോട് കൂടി നിലകൊള്ളുന്നത് ബ്രഹ്മം തന്നെയാണ് എന്ന് ചിലർ പറയുന്നു. എന്നിട്ട് ഈ കാരകങ്ങളായി ബ്രഹ്മം തീർന്നിട്ട് കർമ്മവും ചെയ്യുന്നു എന്ന്. തത്രന അർപ്പണാദി ബുദ്ധി നിവർത്തിയത. അവിടെ അർപ്പണാദി ബുദ്ധി ഇല്ലാതാവുന്നില്ല അങ്ങനെ പറയുമ്പോൾ. നേരത്തെ നമ്മൾ പറഞ്ഞ ദിശയിലാണെങ്കിൽ അർപ്പണാദി ബുദ്ധി ഇല്ലാണ്ടാവുകയല്ലേ ചെയ്യണത്. അർപ്പണത്തിൽ ബ്രഹ്മബുദ്ധി വന്നാൽ അർപ്പണം ഇല്ലാണ്ടായി, എല്ലാത്തിലും ബ്രഹ്മബുദ്ധി ഉറച്ചു. ഇതല്ല, ബ്രഹ്മം അർപ്പണാദിയായി മാറുന്നു. അപ്പോൾ അർപ്പണാദി ബുദ്ധി നിവർത്തിക്കപ്പെടുന്നില്ല. പിന്നെയോ അർപ്പണാദിഷു ബ്രഹ്മബുദ്ധി അധീയത. അതാ യഥാ പ്രതിമാദവ് വിഷ്ണുവാദി ബുദ്ധി. ഏതുപോലെ? പ്രതിമയിൽ വിഷ്ണു ബുദ്ധി പോലെ. പ്രതിമ കല്ലിൻ്റെ ആണെന്ന് നമുക്കറിയാം. എന്താ വസ്തു അത്? കല്ല്, അല്ലെങ്കിൽ പഞ്ചലോഹം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മരം എന്ന് പറഞ്ഞു. അതിലേക്ക് വിഷ്ണു ബുദ്ധി അധ്യാരോപിച്ചു. ഇപ്പം എന്തായി? ഇപ്പം വിഷ്ണു പ്രതിമയായി. വിഷ്ണു പ്രതിമയായി. ഇവിടെ പ്രതിമയിൽ വിഷ്ണുബുദ്ധിയെ അധ്യാരോപിച്ചതുപോലെ അർപ്പണാദിയിൽ ബ്രഹ്മബുദ്ധി അധ്യാരോപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെയല്ല സത്യത്തിൽ. സത്യത്തിൽ എല്ലാം ബ്രഹ്മം എന്ന ബോധമാണ്. ഇങ്ങനെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏതുപോലെ? യഥാ നാമാദോ ബ്രഹ്മബുദ്ധി. ഇത് നാമത്തിൽ ബ്രാഹ്മണൻ എന്ന ബുദ്ധി. ഒരാളുടെ പേര് പറഞ്ഞു, ചൈത്രൻ, മൈത്രൻ എന്നൊക്കെ പേര് പറഞ്ഞാൽ അത് ഇന്ന ആളാണ്, ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ് തുടങ്ങിയ ബുദ്ധി വരുന്നത് പോലെ സത്യം, അതിന് കുഴപ്പമില്ല. ഈ വ്യാഖ്യാനത്തിൽ കുഴപ്പമില്ല. സത്യം ഏവമപി സ്യാത്, അങ്ങനെ ആയിക്കോട്ടെ, വിരോധമില്ല. പക്ഷേ ഇത് ജ്ഞാനയജ്ഞ സ്തുത്യർത്ഥം പ്രകരണം ന സ്യാത്. ജ്ഞാനത്തെ സ്തുതിക്കാനല്ലായിരുന്നു പ്രകരണമെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാ. പക്ഷെ ഈ പ്രകരണം, ഇപ്പം നമ്മൾ പഠിക്കുന്ന പ്രകരണം ജ്ഞാനത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ വ്യാഖ്യാനം പൂർണ്ണമായി സ്വീകരിക്കാൻ പറ്റില്ല. അതെങ്ങനെ ഇവിടെ ജ്ഞാനത്തെ സ്തുതിക്കാൻ ആണെന്ന് പറയുന്നത്? ഈ പ്രകരണം അങ്ങനെയാണ്. ഈ പ്രകരണം ജ്ഞാനസ്തുതിക്കാണ്. അത്ര തു സമ്യക് ദർശനം ജ്ഞാനയജ്ഞശബ്ദിതം അനേകാൻ യജ്ഞശബ്ദിതാൻ ക്രിയാവിശേഷാൻ ഉപന്യസ്യ ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞ ഇത് ജ്ഞാനം സ്തൗതി. ഇവിടെ ജ്ഞാനമാകുന്ന സമ്യക് ദർശനത്തെ സ്തുതിക്കാൻ വേണ്ടി എന്തു ചെയ്യുന്നു? പലവിധ യജ്ഞങ്ങളെ ആദ്യം പറയുന്നു. പല വിധത്തിൽപ്പെട്ട യജ്ഞങ്ങളെ ആദ്യം പറയാൻ പോകുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയും എല്ലാ യജ്ഞങ്ങളും ജ്ഞാനത്തിലാണ് ചെന്ന് സമാപിക്കുന്നത് എന്ന്. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തവ. എല്ലാ യജ്ഞങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള ജ്ഞാനയജ്ഞമാണ് ഹേ അർജുന എന്ന് പറയും. അതാണ് ഇവിടെ പ്രകരണം. അപ്പം ജ്ഞാനസ്തുതിയാണ് ഇവിടെ വിഷയം. അതുകൊണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞ അർത്ഥം എടുക്കുന്നതാണ് നല്ലത്. എന്താണത്? ബ്രഹ്മബുദ്ധി എല്ലാത്തിലും വരുന്നതോടുകൂടെ വിഭിന്നങ്ങളായ കർമ്മങ്ങളും എല്ലാം പ്രത്യസ്തമിക്കുന്നു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ശരിയായ വ്യാഖ്യാനം. അത്ര ച സമർത്ഥം ഇദം വചനം ബ്രഹ്മാർപ്പണം ഇത്യാദി ജ്ഞാനസ്യ യജ്ഞത്വ സമ്പാദനെ അന്യഥാ സർവസ്യ ബ്രഹ്മത്വേ അർപ്പണാദീനാമേവ വിശേഷതഃ ബ്രഹ്മത്വാഭിധാനം അനർത്ഥകം സ്യാത്. നോക്കൂ, അത്ര ച സമർത്ഥം ഇദം വചനം ബ്രഹ്മാർപ്പണം ഇത്യാദി ജ്ഞാനസ്യ യജ്ഞത്വ സമ്പാദനെ അന്യഥാ സർവസ്യ ബ്രഹ്മത്വേ അർപ്പണാദീനാം ഏവ വിശേഷതഃ ബ്രഹ്മത്വഭിധാനം അനർത്ഥകം സ്യാത്. യേ തു അർപ്പണാദിഷു പ്രതിമായാം വിഷ്ണുദൃഷ്ടിവത് ബ്രഹ്മദൃഷ്ടി ക്ഷിപ്യത്തെ
നാമാദിഷു ഇവച ഇതി ബ്രുവത്തെ ന തേഷാം ബ്രഹ്മവിദ്യ ഉക്ത ഇഹ വിവക്ഷിതാ സ്യാത് അർപ്പണാദി വിഷയത്വാത് ജ്ഞാനസ്യ ന ച ദൃഷ്ടിസമ്പാദന ജ്ഞാനേന മോക്ഷഫലം പ്രാപ്യത്തെ ബ്രഹ്മൈവ തേന ഗന്തവ്യം ഇതി ച ഉച്യത്തെ. വിരുദ്ധം ച സമ്യക് ദർശനമന്തരേണ മോക്ഷഫലം പ്രാപ്യത്തെ ഇതി. പ്രകൃതവിരോധഃ ച സമ്യക് ദർശനം ച പ്രകൃതം കർമ്മണ്യകർമ്മയ പശ്യേത് ഇത്യത്ര അന്തേ ച സമ്യക് ദർശനം തസ്യ ഏവ ഉപസംഹാരാത് ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞഃ പരന്തപഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം ഇത്യാദിന സമ്യക് ദർശനസ്തുതിം ഏവ കുർവൻ ഉപക്ഷീണഃ അധ്യായഃ. തത്ര അകസ്മാത് അർപ്പണാദൗ ബ്രഹ്മദൃഷ്ടിഃ അപ്രകരണേ പ്രതിമായാമിവ വിഷ്ണുദൃഷ്ടിഃ ഉച്യത്തെ ഇതി അനുപപന്നം. തസ്മാത് യഥാ വ്യാഖ്യാതാർത്ഥ ഏവ അയം ശ്ലോകഃ. അപ്പം ഇവിടെ വളരെ സമർത്ഥമാണ് ഇവിടുത്തെ വചനം. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം എന്നുള്ളിടത്ത് എല്ലാം ബ്രഹ്മമാണ് എന്ന ദൃഷ്ടി ഉറച്ച ആളെ സംബന്ധിച്ചാണ്. അയാളെ സംബന്ധിച്ച് വ്യാവഹാരിക തലത്തിൽ അയാൾ അർപ്പണാദിയെ സ്വീകരിച്ചാൽ പോലും അത് ബ്രഹ്മമാണ് എന്ന ബോധത്തിൽ ഈ ക്രിയകളെല്ലാം പര്യവസാനിക്കുന്നു. ഇതാണ് പറഞ്ഞ ആശയം. അപ്പോൾ അത്ര സമർത്ഥം ഇതം വചനം ബ്രഹ്മാർപ്പണം ഇത്യാദി ജ്ഞാനസ്യ യജ്ഞത്വ സമ്പാദനെ. ജ്ഞാനം തന്നെ യജ്ഞമാണ്. യജ്ഞത്തിൽ ബ്രഹ്മദൃഷ്ടിയല്ല, യജ്ഞത്തിൽ ബ്രഹ്മദൃഷ്ടി അധ്യാരോപിക്കുകയല്ല. ഈ ഒരു ബോധമുള്ള ആളുടെ കേവലമായ നിലനിൽപ്പ് പോലും യജ്ഞമാണ് എന്നുള്ള ആശയമാണ് ഇവിടെ പറയുന്നത്. അന്യത സർവസ്യ ബ്രഹ്മത്വം, അല്ലെങ്കിൽ എല്ലാത്തിലും ബ്രഹ്മദൃഷ്ടി കൊണ്ടുവരിക എന്നാണെങ്കിൽ പ്രത്യേകിച്ച് അർപ്പണം തുടങ്ങിയവയ്ക്ക് വിശേഷമൊന്നുമില്ല. ഇത് യജ്ഞ അധികരണത്തിൽ പറഞ്ഞു എന്തൊക്കെയാണ്? അർപ്പണം, ഹവിസ്, അഗ്നി തുടങ്ങിയത്. എന്നിട്ട് അതിലെല്ലാം ബ്രഹ്മദൃഷ്ടി കൈവരിച്ചു. ആ ബ്രഹ്മദൃഷ്ടി അതിൽ വന്നതോടുകൂടി ഈ ഭിന്നത ഇല്ലാതായി, എല്ലാ കർമ്മങ്ങളും കൊഴിഞ്ഞുപോയി. ഇതാണ് പ്രകരണം. ഇനി പ്രതിമയിൽ വിഷ്ണുബുദ്ധി പോലെ അർപ്പണാദിയിൽ ബ്രഹ്മദൃഷ്ടി ആരോപിക്കുന്നവർ അല്ലെങ്കിൽ ബ്രഹ്മദൃഷ്ടി കൊണ്ടുവരുന്നവരാരോ അവര് ബ്രഹ്മവിദ്യ അവരാൽ പറയപ്പെടുന്നില്ല. കാരണം അവിടെ ജ്ഞാനം അർപ്പണാദി വിഷയം മാത്രമായി ഒതുങ്ങുക ചെയ്യുന്നത്. അർപ്പണാദിയിൽ ബ്രഹ്മബുദ്ധി കൊണ്ടുവരികയാണ്. ബ്രഹ്മം തന്നെ അർപ്പണാദിയായിട്ട് തീരുന്നു. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം എന്നുള്ളിടത്ത് സകല കാരകങ്ങളുമായി ഭവിക്കുന്നത് ബ്രഹ്മം തന്നെയാണ് എന്ന ബുദ്ധിയെ അവർ അധ്യാരോപിക്കുന്നു. അപ്പം അർപ്പണാദി ഇല്ലാണ്ടാവുന്നുണ്ടോ? ഇല്ല. അത് ഉത്കൃഷ്ടമായ രീതിയിൽ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരാൾ പറയാണ് ആയുസ് നെയ്യാണ്, നെയ്യ് ആയുസ്സാണെന്ന് പറഞ്ഞു വെച്ചോളൂ. നെയ്യ് ആയുസ്സാണെന്ന് പറഞ്ഞാൽ ആൾ നെയ്യ് കഴിക്കണം നിൽക്കുന്നുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ആൾ കൂടുതൽ കഴിക്കുക. അവിടെ അഭേദജ്ഞാനമല്ല, അവിടെ സ്തുത്യർത്ഥം ആയുസ് എന്ന ദൃഷ്ടി നെയ്യിൽ കൊണ്ടുവരികയാണ്. ആയുർവൈ ഘൃതം എന്ന് ചൊല്ലില്ലേ? അതുപോലെ
ഈ അർപ്പണാദി കാരകങ്ങളിൽ ബ്രഹ്മദൃഷ്ടിയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർപ്പണാദി ഇല്ലാണ്ടാവുകയല്ല ചെയ്യുന്നത്. മറിച്ച് സർവം ബ്രഹ്മമാണ് എന്ന ഭാവന ഉള്ള ആളെ സംബന്ധിച്ച് അർപ്പണവും ഹവിസ്സും അഗ്നിയും എല്ലാം ബ്രഹ്മമാണ്, ബ്രഹ്മഭിന്നമായിട്ടൊന്നില്ല. ആ അഭേദജ്ഞാനത്തിൽ ക്രിയ തന്നെ ഇല്ലാതാകുന്നു. ഇതാണ് സിദ്ധാന്തം. ദൃഷ്ടി സമ്പാദന ജ്ഞാനേന മോക്ഷഫലം പ്രാപ്യതേന. ഒരു ദൃഷ്ടി സമ്പാദനം കൊണ്ടൊന്നും മോക്ഷഫലം പറഞ്ഞിട്ടില്ല. ഇത് ബ്രഹ്മമാണെന്ന ദൃഷ്ടി സൂക്ഷിക്കുകയാണ്, കൊണ്ടുവരികയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് മോക്ഷം ഉണ്ടാവുക? ശിലയിൽ വിഷ്ണു പ്രതിമ, വിഷ്ണു ബുദ്ധി കൊണ്ടുവന്നു. അപ്പം എന്തായി? വിഷ്ണു പ്രതിമയായി. വിഷ്ണു പ്രതിമയായി. അവിടെ ഉത്കൃഷ്ട ദൃഷ്ടിയോടുകൂടി അത് തുടരുകയാണ് ചെയ്യുന്നത്. പിന്നെ അതില്ലാണ്ടാവുന്നില്ല. ചിന്തിക്കുക. അതാണ് ദൃഷ്ടിയജ്ഞ ദൃഷ്ടി സമ്പാദന ജ്ഞാനേന മോക്ഷഫലം ന പ്രാപ്യതേ ബ്രഹ്മൈവ തേന ഗന്ധവ്യം ഇതി ച ഉച്യത്തെ. ഇവിടെ പറയുന്നുണ്ട് ബ്രഹ്മൈവ തേന ഗന്ധവ്യം. അത് സാധിക്കുമോ? ഇല്ല. അവിടെ ഗന്ധവ്യം വേറെ തന്നെ ഇരിക്കും. ഉത്കൃഷ്ടങ്ങളായ കാരകങ്ങളെ കൊണ്ട് ക്രിയ ചെയ്ത് പ്രാപിക്കേണ്ടുന്ന ഒരു ഉത്കൃഷ്ടമായ ലക്ഷ്യം അന്യമായിരിക്കും. അതല്ല ഇവിടെ. ഇവിടെ ബ്രഹ്മം തന്നെയാണ് ഗന്ധവ്യം. മാർഗവും ബ്രഹ്മം തന്നെ, ഹോതാവും ബ്രഹ്മം തന്നെ. മാത്രമല്ല പ്രകൃത വിരോധാച. ഒരു സന്ദർഭത്തിനനുസരിച്ച് വേണം അർത്ഥം പറയുക. അപ്പോൾ സന്ദർഭം എന്താണ്? പ്രകൃതം ച സമ്യക് ദർശനം. ജ്ഞാനമഹിമ പറയുന്നതാണ് ഇവിടുത്തെ പ്രകൃതം. കർമ്മണ്യ അകർമ്മയ പശ്യേതെന്ന് പറഞ്ഞ് തുടങ്ങിയത് ജ്ഞാനമഹിമ പറയാനാണ്. അന്തേച്ച സമ്യക് ദർശനം തന്നെയാണ് ഉപസംഹരിക്കുന്നത്. എവിടെ? ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം ഇത്യാദിന സമ്യക് ദർശനസ്തുതിമേവ കുർവൻ ഉപക്ഷീണാധ്യായ. ജ്ഞാനത്തെ സമ്യക് ദർശനത്തെ സ്തുതിച്ചുകൊണ്ട് ഈ അധ്യായം പരിസമാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജ്ഞാനസ്തുതിയാണ് പ്രകരണം. അതിനനുസരിച്ച് മാത്രമേ അർത്ഥം പറയാൻ പറ്റൂ. തത്ര അകസ്മാത് അർപ്പണാദോ ബ്രഹ്മദൃഷ്ടി അപ്രകരണേ പ്രതിമായാമിവ വിഷ്ണുദൃഷ്ടി ഉച്യതേ ഇതി അനുപപന്നം. അതുകൊണ്ട് ഒരു പ്രകൃതത്തിൽ അപ്രകൃത പ്രക്രിയ വരില്ല. അകസ്മാത്, ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് അർപ്പണാദിയിൽ ബ്രഹ്മദൃഷ്ടിയായിട്ട് കൊണ്ടുവരിക, അത് വരില്ല. പ്രതിമായാമിവ വിഷ്ണുബുദ്ധി. പ്രതിമയിൽ വിഷ്ണുബുദ്ധി പോലെ അർപ്പണാദിയിൽ ബ്രഹ്മദൃഷ്ടി കൊണ്ടുവന്നിട്ട് അതിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ടുള്ള അധ്യായമാണിത്, പ്രകരണമാണിതെന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഈ കർമ്മം ഇല്ലാണ്ടാവുക എന്നുള്ളത് ഒരിക്കലേക്ക് സഹിക്കില്ലേ. അപ്പം കർമ്മത്തിൽ ബ്രഹ്മദൃഷ്ടി കൊണ്ടുവരിക എന്നുള്ളതേ സഹിക്കൂ. അതിപ്പോൾ നോക്കൂ, തത്വമസ്യാദി മഹാവാക്യങ്ങൾ പോലും എങ്ങനെയാ വെച്ചാൽ ഈ കർത്താവിൻ്റെ മഹത്വം പറയണമെന്നാ. യജ്ഞകർത്താവിൻ്റെ മഹത്വം പറയാനാണ് മഹാവാക്യങ്ങൾ പോലും. അപ്പം യജ്ഞം ഇല്ലാണ്ടാവുകയാണോ? അല്ല. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നാം പറഞ്ഞത് തന്നെയാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ആണ്. തസ്മാത് യഥാവ്യാഖ്യാതാർത്ഥ ഏവ അയം ശ്ലോക. നല്ലപോലെ ഒരു 20 പ്രാവശ്യം വായിച്ചോളൂ. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം വീട്ടിൽ പോയിട്ട് ഇവിടുന്ന് വേണ്ടേ, ഇവിടുന്ന് വായിക്കുക വേണ്ട, ഒരു 20 പ്രാവശ്യം വായിക്കുക ഇതിൻ്റെ വ്യാഖ്യാനം. നല്ല വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. തത്ര അധുന സമ്യക് ദർശനസ്യ യജ്ഞത്വം സമ്പാദ്യ തസ്തുത്യർത്ഥം അന്യേ അപി യജ്ഞാഃ ഉപക്ഷിപ്യന്തേ ദൈവമേവ ഇത്യാദിന. അവിടെ നിൽക്കട്ടെ, 5 മിനിറ്റ് കഴിയട്ടെ. 5 മിനിറ്റ് കഴിയട്ടെ എന്നാണേ പറഞ്ഞത്. 5 മിനിറ്റിനുള്ളിൽ നല്ല പറഞ്ഞത്. 5 മിനിറ്റ് കഴിയാന്ന് പറഞ്ഞാൽ നാളെ ആവാം, മറ്റന്നാളും ആവാം, അതിൻ്റെ പിറ്റേന്ന് ആവാം, അടുത്ത കൊല്ലം ആവാം. ശരി. ഓം.